മനുഷ്യൻ്റെ സ്വാഭാവികമായ പ്രവണതകൾ എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രവൃത്തികളെ വിശുദ്ധിയുമായി അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ വേദപുസ്തകം അങ്ങനെയല്ല, ഒരു സ്വഭാവത്തെയാണ് വിശുദ്ധിയുമായി അറ്റാച്ച് ചെയ്യുന്നത്. നമ്മുടെ സ്വഭാവമല്ല, അത് യേശുക്രിസ്തുവിൻ്റെ സ്വഭാവമാണ്. ആ ക്യാരക്ടറാണ് നമ്മുടെ വിശുദ്ധീകരണം. നമുക്ക് ഒന്ന് രണ്ട് വാക്യങ്ങൾ ഇന്ന് വിശുദ്ധീകരണത്തെക്കുറിച്ചുള്ള സ്പെസിഫിക്, നമ്മുടെ ബാക്ക്ഗ്രൗണ്ടാണ് ഇന്നലെ വരെ പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞത് തീർന്നിട്ടില്ല. ഇടയിൽ ബാക്ക്ഗ്രൗണ്ടും വേണ്ടി വരും. കാരണം ഇത് പൂർണ്ണമായി ഗ്രഹിക്കുക എന്ന് പറയുന്നത് ആത്മാവിന് മാത്രം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. നമ്മളെ ഗ്രഹിപ്പിക്കുക എന്ന് പറയുന്നത്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇത് മനസ്സിലാക്കാൻ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് വേദപുസ്തകം മനസ്സിലാക്കാൻ പറ്റുന്നത്. എനിക്ക് വളരെ പാടായിരുന്നു ഇതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നത് മനസ്സിലാകാൻ. പിന്നെ എനിക്ക് ഈ വചനം പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് ദൈവം എന്നെ പഠിപ്പിച്ചത്. When we start seeing His glory and seeing His worthiness and I understand my own unworthiness, അവിടെയാണ് കർത്താവ് നമ്മളോട് സംസാരിച്ച് തുടങ്ങുന്നത്. നമ്മളോട് കർത്താവ് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഹോളിനെസ്സിൻ്റെ, വിശുദ്ധീകരണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മാർക്കറാണ്. മീൻസ് ദാറ്റ് യു ആർ ബീയിങ് സാങ്ക്ടിഫൈഡ്. നിങ്ങൾ വിശുദ്ധീകരണത്തിൻ്റെ ഒരു വഴിയിലാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശബ്ദം നിങ്ങൾക്ക് ഒരിക്കലും അന്യമായിരിക്കില്ല. യു വിൽ കണ്ടിന്യൂസ്ലി ലിസൺ ടു ദാറ്റ് വോയിസ്. അത് അനേകം മാർക്കറുകളിൽ ഒന്നാണ്. നമ്മൾ അങ്ങോട്ട് പതുക്കെ പ്രവേശിക്കുന്നതായിരിക്കും. നുറുങ്ങിയ ഹൃദയം എന്ന് പറയുന്നത് ദൈവം നമുക്ക് തരുന്ന ഒരു ദാനമാണ്. നമുക്ക് ചുമ്മാ ഇന്നോട്ട് നുറുങ്ങിയേക്കാം എന്ന് പറയാൻ പറ്റില്ല. ഞാൻ വളരെയധികം സ്വയനീതിയിൽ അഭിരമിച്ചിരുന്ന ഒരാളാണ്. എനിക്ക് എന്നെക്കുറിച്ച് നല്ല അഭിപ്രായം പറയുക, നല്ല അഭിപ്രായം മാത്രം കേൾപ്പിച്ചിട്ടുള്ള ഒരാളാണ് സ്കൂളിലൊക്കെ പഠിക്കുമ്പം. പക്ഷേ ദൈവം എന്നെ ഒരു ഷെയിമിലൂടെ കടത്തിവിട്ട് എൻ്റെ ആന്തരികമായ ആ പഴയ വികൃതമായ മനുഷ്യനെ എനിക്ക് കാണിച്ചു തന്ന് ആ ഷെയിംഫുൾ ബ്രോക്കൺനെസ്സിലൂടെ എന്നെ വിട്ട ശേഷമാണ് എനിക്ക് കാംക്ഷിക്കുവാനും ആഗ്രഹിക്കുവാനും മോഹിക്കുവാനും ക്രിസ്തു അല്ലാതെ വേറൊന്നും ഇല്ലെന്നും ഈ ഫ്ലഷിലൊന്നും ഇല്ലെന്നും എനിക്ക് മനസ്സിലായത്. അതുവരെ നമുക്കിതെല്ലാം ബുദ്ധിപരമായ അറിവാണ്. ക്രിസ്തു എന്ന ആ പാറയിൽ വന്ന് സിയോനിലിട്ടിരിക്കുന്ന ആ ഇടർച്ചക്കല്ലിൽ വന്ന് വീണ് തകരാതെ നമുക്ക് കർത്താവിൻ്റെ ബ്യൂട്ടി എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അതിലിടറി വീഴുന്നവരും അതിലേക്ക് വീഴുന്നവരുമുണ്ട്. അതിലേക്ക് വീഴുമ്പോൾ നമ്മൾ തകർക്കപ്പെടും. എന്നാൽ അത് നമ്മളെ വീണാൽ നമ്മളെ ഒന്ന് തകർത്ത് കളയും, നശിപ്പിച്ച് കളയും. അപ്പോൾ വിശുദ്ധീകരണത്തെക്കുറിച്ചുള്ള ചില വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അതിനിടയിൽ നമ്മൾ വീണ്ടും പശ്ചാത്തലത്തിലേക്ക് പോകും ഇടയ്ക്കിടയ്ക്ക്, കാരണം ദാറ്റ്സ് ഓൾസോ നെസസറി. 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, അതിൽ ഇംഗ്ലീഷിൽ ഇങ്ങനെയുണ്ട്: ഇൻ ദ സാങ്ക്ടിഫിക്കേഷൻ ഓഫ് ദ സ്പിരിറ്റ്. അത് എങ്ങനെയാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്? ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച്. വളരെ മനോഹരമായിട്ടത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാൻ. അപ്പം ഒബീഡിയൻസ് ഈസ് എ റിസൾട്ട് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ. ഒബീഡിയൻസ് അല്ല നമ്മളെ വിശുദ്ധരാക്കുന്നത്, നമ്മുടെ വിശുദ്ധമായ സ്വഭാവമാണ് നമ്മളെ അനുസരിക്കുന്നവരാക്കുന്നത്. ഇറ്റ്സ് ദ അതർ വേ അറൗണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ വർക്ക് ആൻഡ് ബിക്കം ഹോളി അല്ല, ബി ഹോളി ആൻഡ് ദെൻ ഇറ്റ് വിൽ ലീഡ് യു ഇൻ ടു എ ഹോളി ഒബീഡിയൻസ്. ഒരു പരിശുദ്ധമായ അനുസരണത്തിലേക്ക് നിങ്ങളെ നയിക്കുവാൻ വിശുദ്ധീകരണം ആത്മാവിനാൽ നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പിതാവായ ദൈവത്തിൻ്റെ മുന്നറിയിനൊത്തവണ്ണം ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വ്രതന്മാരായവർക്ക് എഴുതുന്നത്. അപ്പോൾ ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് നമ്മൾ അനുസരണം കാണിപ്പാൻ വേണ്ടിയാണ് നമ്മളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. 1 പത്രോസിൻ്റെ അതേ അധ്യായത്തിലേക്ക് നമ്മൾ ഇത്തിരി മുമ്പോട്ട് വരുമ്പോൾ 14-ാം വാക്യം തൊട്ട് വായിക്കാമോ? 14-ാം വാക്യം മുതൽ. പണ്ട് നിങ്ങളുടെ അജ്ഞാന കാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. 16-ാം വാക്യം വായിക്കും. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. അത് ദൈവം എങ്ങനെ വിശുദ്ധനായിരിക്കുന്നോ അതുപോലെ തന്നെ നമ്മളും വിശുദ്ധരായിരിക്കും. ആ വിളി കേൾക്കുമ്പോഴേ നമുക്കറിയാം ഇതാണ് നമ്മുടെ വിളി. വി ആർ കോൾഡ് ടു ബി ഹോളി എന്നാണ്, അല്ലേ? 15-ാം വാക്യം നമ്മൾ വായിച്ച അങ്ങനെയാണ്: നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്ത വേണം. അപ്പോൾ വിളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത് വിശുദ്ധീകരണത്തിലേക്കുള്ള ഒരു വിളിയാണ്. ആ വിശുദ്ധീകരണം നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രവൃത്തികളല്ല, അത് വളരെ ഉന്നതമായ നമ്മുടെ ജഡത്തിന് സമീപിക്കാൻ പറ്റാത്ത അത്ര തേജസ്സുള്ള ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ വിശുദ്ധീകരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. അപ്പോൾ ഇത് ഫങ്ഷണൽ വിശുദ്ധീകരണത്തെക്കുറിച്ചാണ് പറയുന്നത്. അതായത് വിശുദ്ധീകരണം നമ്മളിൽ പ്രവൃത്തികൾ ഉണ്ടാക്കുന്നു, ആ പ്രവൃത്തികൾ നമ്മളെ പ്രാക്ടിക്കലി വിശുദ്ധരാക്കി മാറ്റുന്നു. വിശുദ്ധിയിൽ നിന്ന് പ്രവൃത്തികളും പ്രവൃത്തിയിൽ നിന്ന് വർദ്ധിച്ചു വരുന്ന ഫങ്ഷണൽ വിശുദ്ധിയും നമുക്ക് ലഭിക്കുന്നു. ഇനി ഈ വിശുദ്ധീകരണത്തിൻ്റെ ഉറവിടം എന്താണ് നമ്മൾ ഇന്നലെ കണ്ടു. യേശുക്രിസ്തു നമുക്ക് പകരക്കാരനായി മരിക്കുന്നതാണ് നമ്മുടെ വീണ്ടെടുപ്പെങ്കിൽ യേശുക്രിസ്തു നമുക്ക് പകരക്കാരനായി ജീവിക്കുന്നതാണ് നമ്മുടെ വിശുദ്ധീകരണം.
ദൈവത്തിൻ്റെ സഭ എപ്പോഴും യേശുക്രിസ്തു നമുക്ക് പകരം മരിച്ചു എന്ന് എംഫസൈസ് ചെയ്ത് കൺഫസ് ചെയ്യാറുണ്ടെങ്കിലും പലപ്പോഴും വിട്ടുപോകുന്ന ഒരു ഭാഗം യേശുക്രിസ്തു നമുക്ക് പകരം ജീവിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് പകരം അവൻ ജീവിച്ചു, അവൻ്റെ അനുസരണം നമുക്ക് നീതിയായി മാറി, അവൻ വിശുദ്ധീകരിച്ചിട്ട്, അവനെ തന്നെ വിശുദ്ധീകരിച്ചിട്ട് നമ്മളെ അവനിൽ വിശുദ്ധീകരിച്ചു. അത് നമ്മൾ അധികം അങ്ങോട്ട് കടന്നു പോകാറില്ല. കാരണം ആ വിശുദ്ധീകരണം ജഡത്തിനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു കാര്യമല്ല. ദാറ്റ്സ് ടോട്ടലി സംതിങ് ഓഫ് ദ സ്പിരിറ്റ്. നമുക്ക് ആ വാക്യം ഒന്ന് ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. ക്രിസ്തുയേശുവിന്റെ ദാസന്മാരായ പൗലോസും തിമോത്തിയോസും ഫിലിപ്പിയിൽ ക്രിസ്തുയേശുവിലുള്ള സകല വിശുദ്ധന്മാർക്കും അധ്യക്ഷന്മാർക്കും ശുശ്രൂഷകന്മാർക്കും കൂടെ എഴുതുന്നത്. അത് ശരിക്കും ഓൾ ദ സെയിൻസ് ഇൻ ക്രൈസ്റ്റ് എന്ന്, അതായത് ക്രിസ്തുവിൽ നമ്മൾ വിശുദ്ധരായവർ, അതാണ് ക്രിസ്തുവിൽ വിശുദ്ധരായവർക്ക് എഴുതുന്നത്. അതാണ് അതിൻ്റെ ഇത് ശരിക്കുമുള്ള ട്രാൻസ്ലേഷൻ. അങ്ങനെയല്ലേ? ക്രിസ്തു യേശുവിലുള്ള, ആ ഉള്ള എന്നുള്ളതങ്ങ് വിട്ടാൽ ക്രിസ്തു യേശുവിൽ വിശുദ്ധരായവർ സകലർക്കും എഴുതുന്നത്. അപ്പോൾ വിശുദ്ധീകരണം എന്ന് പറയുന്നത് നമ്മുടെ പൊസിഷണലി വരുന്ന, അതായത് നമ്മുടെ സ്റ്റാറ്റസ്. എന്നെ വിശുദ്ധനെന്ന് വിളിക്കണമെങ്കിൽ ആ വിളി ഇൻ ക്രൈസ്റ്റ് ആണ്. ക്രിസ്തുവിൽ മാത്രമേ ആ വിളിയുള്ളൂ. അതിന് വെളിയിൽ ഞാൻ ഒന്നുമില്ല. ഐ ആം നത്തിങ് ഔട്ട്സൈഡ് ക്രൈസ്റ്റ്. ഐ ആം ഹോളി ഇൻ ക്രൈസ്റ്റ്. എൻ്റെ വിശുദ്ധീകരണം, എന്നെ വിശുദ്ധൻ എന്ന് പൗലോസ് വിളിക്കുന്നത് നോട്ട് ബിക്കോസ് ഐ ഹവ് ഡൺ സോ മെനി ഗുഡ് വർക്ക്സ്, ഞാൻ ഒത്തിരി നല്ല പ്രവൃത്തികൾ ചെയ്തുകൊണ്ടല്ല. ഓൺലി വൺ തിങ്, ഐ ആം ഇൻ ക്രൈസ്റ്റ്. അതുകൊണ്ടാണ് വിശുദ്ധൻ എന്ന് നമ്മളെ വിളിക്കുന്നത്. നമ്മളെ പിതാവ് കാണുന്നത് ഇൻ ക്രൈസ്റ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മളെ വിശുദ്ധരെന്ന് എണ്ണുന്നത്. അല്ലാതെ നമ്മുടെ പ്രവൃത്തികളാലല്ല ആ വിശുദ്ധീകരണം വരുന്നത്. എന്നാൽ വിശുദ്ധീകരണം ഉളവാക്കുന്ന അനുസരണം നമ്മളെ പ്രായോഗിക വിശുദ്ധിയിലേക്ക് നയിക്കും. അതാണ് നമ്മുടെ ലക്ഷ്യം. ഫങ്ഷണൽ വിശുദ്ധീകരണം ദൈവം നമുക്ക് നൽകുന്ന പൊസിഷണൽ, അതായത് സ്റ്റാറ്റസ്. വിശുദ്ധൻ എന്നുള്ള വിളി ദൈവം നമുക്ക് നൽകുന്ന ദാനമാണെങ്കിലും വിശുദ്ധൻ എന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാപിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഇൻ ക്രൈസ്റ്റ് എന്നുള്ളത് ഒരു നിത്യമായ പൊസിഷനാണ്. ദാറ്റ്സ് എൻ എറ്റേണൽ പൊസിഷൻ. അത് കുറച്ച് നാളത്തേക്കുള്ളൊരു പൊസിഷൻ അല്ല ഫോർ ദോസ് ഹു ബിലീവ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, എഫേഷ്യൻസ് ചാപ്റ്റർ 1:4 നമ്മളൊരു ദിവസം വായിച്ചതാണ്. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് ദൈവം എന്ത് ചെയ്തു? അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു. അപ്പം വിശുദ്ധീകരണം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ എവിടെ ആയിരിക്കണം? നോട്ട് ഇൻ ആഡം ബട്ട് ഇൻ ക്രൈസ്റ്റ്. നോട്ട് ഇൻ ദ നോളജ് ഓഫ് ഗുഡ് ആൻഡ് ബാഡ് ബട്ട് ഇൻ ദ നോളജ് ഓഫ് ക്രൈസ്റ്റ്. അത് ഭയങ്കര വ്യത്യാസമാണ് ആ രണ്ട് കാര്യങ്ങൾ. അതൊരു ഫൗണ്ടേഷണൽ കാര്യമാണ്. ഞാൻ നിങ്ങളുടെ വിശദീകരണത്തിൻ്റെ ഇടയിൽ അത് മനസ്സിലാക്കാൻ വേണ്ടി, എന്തുകൊണ്ടാണ് ലോകസ്ഥാപനത്തിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ നമ്മളെ ക്രിസ്തുവിൽ ആക്കിയതെന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ, നമുക്കൊരു ഫൗണ്ടേഷണൽ കാര്യം. ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇടയ്ക്ക് അത് വരും എന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ കാരണം ഇതാണ്. ആ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം, നന്മ തിന്മകളുടെ തിരിച്ചറിവിൻ്റെ ഫലം. ഈ ഫലം കഴിക്കരുതെന്ന് ദൈവം അവരോട് പറയുമ്പം ആദ്യമൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു, എന്തിനാ ഒരു മരം അവിടെ നട്ടിട്ട് ഇത് കഴിക്കരുതെന്ന് പറഞ്ഞിട്ട് ഇവനെ കൊണ്ട് ഇവർ കഴിക്കുമെന്ന് അറിഞ്ഞിരുന്നോണ്ട് അവിടെ ഒരു മരം നട്ടിട്ട് അത് കഴിക്കരുതെന്ന് പറഞ്ഞ് അവൻ കഴിച്ചു. അപ്പം തന്നെ പുറത്തിറക്കി വിട്ടു. ഒരു എക്സ്ക്യൂസും കൊടുത്തില്ല. ദൈവം ഭയങ്കര സ്നേഹമെന്ന് പറയുന്നുണ്ട്. നമ്മുടെ പിള്ളേർ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് വാണിംഗ് തന്നെ നമ്മളൊരു 100 പ്രാവശ്യം കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ ഇത് ഒരൊറ്റ വാണിംഗ് കൊടുത്തിട്ടുള്ളൂ. അതനുസരിച്ചില്ല. അപ്പം തന്നെ വെളിയിറക്കി വിട്ട് വീട്ടിലോട്ട് കയറാതിരിക്കാൻ വേണ്ടി 2 ദൂതന്മാരെയും വെച്ചു. നമ്മുടെ ഭാഷയെ പറഞ്ഞ് നമ്മുടെ പിള്ളേർ ഏതെങ്കിലും ഒരു അനുസരണക്കേട് കാണിച്ചു, ഫ്രിഡ്ജിലിരുന്ന് കഴിക്കരുതെന്ന് പറഞ്ഞൊരു സാധനം എടുത്ത് കഴിച്ചു. അവനെ പുറത്താക്കിയിട്ട് 2 പോലീസുകാരെ സെക്യൂരിറ്റി വെച്ച് നീ വീട്ടിനകത്തോട്ട് കയറി. എന്ത് ഞാനിത് ആലോചിച്ചു, കർത്താവ് എന്താ കർത്താവ് ചെയ്തത്? ഒന്ന് ക്ഷമിക്കാൻ. പക്ഷെ അവിടെ ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, അവനെ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉദിക്കുന്നേയില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ഒരു ദേവാലയം പോലെയാണ് അവനെ സൃഷ്ടിക്കുന്നത്. അതായത് 3 ഭാഗങ്ങളുണ്ട് ദേവാലയം പോലെ തന്നെ. ഒരു അതിവിശുദ്ധ സ്ഥലവും, ഒരു വിശുദ്ധ സ്ഥലവും, ഒരു പ്രാകാരവും പോലെയാണ് നമ്മുടെ ആത്മാവും നമ്മുടെ ദേഹിയും നമ്മുടെ ശരീരവും വർക്ക് ചെയ്യുന്നത്. വെളിയിൽ നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ പ്രാകാരമാണ്, അതായത് നമ്മുടെ ശരീരമാണ്. എന്നാൽ അതിനകത്ത് നമുക്ക് ചിന്താശക്തി തരുന്ന, നമുക്ക് കാര്യങ്ങളെ അനലൈസ് ചെയ്യാൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ബ്രെയിൻ ഉണ്ട്. ബ്രെയിൻ അല്ലെങ്കിൽ നമ്മൾ മനുഷ്യനെന്ന് ഞാനെന്ന് പറയുന്ന സാധനം എൻ്റെ ബ്രെയിൻ, എൻ്റെ ചിന്തകൾ, എൻ്റെ വിചാരങ്ങൾ, എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ തീരുമാനങ്ങൾ, ഇതെല്ലാം ചേരുന്നൊരു ബ്രെയിൻ അല്ലെ മൈൻഡ് അല്ലെ പ്രാണൻ. അതുണ്ട്. അതാണ് വിശുദ്ധ സ്ഥലം. ഹോളിനെസ്സിനെ കുറിച്ച് മനസ്സിലാക്കാൻ ഇത് വളരെ പ്രധാനമാണ്. കാരണം വിശുദ്ധ സ്ഥലം എന്ന് നമ്മൾ പറയുമ്പം നമ്മുടെ മനസ്സാണ്. അതുപോലെ തന്നെ അതിവിശുദ്ധ സ്ഥലമുണ്ട്, അത് നമ്മുടെ ആത്മാവാണ്. ഈ ആത്മാവിലാണ് ദൈവത്തിൻ്റെ അരുളപ്പാടുകളും വെളിപ്പാടുകളും എല്ലാം വരുന്നത്. മനസ്സിലല്ല അത് വരുന്നത്. ദൈവത്തിൻ്റെ ഗ്ലോറി ഇറങ്ങി വരേണ്ടത് ആ ഇന്നർ സാങ്ച്വറിയിലാണ്, ആ ആന്തരികമായ ആ സാങ്ച്വറിയിലാണ്. അത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നമ്മുടെ പ്രായോഗിക വിശദീകരണം എന്ന് പറയുന്നത് ഈ
ആന്തരികമായി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ, ആത്മാവിനാലുള്ള ശുദ്ധീകരണം എന്നുള്ള വാക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ആന്തരികമായ ആത്മാവിൻ്റെ പ്രസൻസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായി കഴിയുമ്പോൾ അടുത്ത പടിയെന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയെ, ചിന്തയെ, ആ പ്രാണനെ, ദേഹിയെ ഈ ആത്മാവിൻ്റെ നിയന്ത്രണത്തിലകത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതാണ് വിശുദ്ധീകരണത്തിൻ്റെ ആക്റ്റീവ് പ്രോസസ്സ്. അത് എൻ്റെ ചിന്തകൾ, എൻ്റെ വിചാരങ്ങൾ, എൻ്റെ ആഗ്രഹങ്ങൾ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ ഞരക്കങ്ങൾ, എൻ്റെ ഇഷ്ടങ്ങൾ, ഇതെല്ലാം ആ ആത്മാവിന് അനുരൂപമാവുക. യേശുവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുള്ളത്. അപ്പം യേശുവിനെ അനുരൂപമാക്കി നമ്മുടെ ദേഹിയെ രക്ഷിക്കുന്ന ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിലാണ് നിങ്ങളിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ വന്ന് ഇത് നിങ്ങളോട് സംസാരിക്കുന്നത്. നമ്മളെല്ലാം ഈ ദേഹിയുടെ ആ സാങ്ക്ടിഫിക്കേഷൻ, ആത്മാവ് നമ്മുടെ അകത്ത് വന്ന് നമ്മുടെ പ്രാണനെ, ചിന്തകളെ, വിചാരങ്ങളെ എല്ലാം വിശുദ്ധീകരിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അതാണ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ അന്നത്തെ ആ ഒരു കോണ്ടെക്സ്റ്റിൽ ആദമിൻ്റെ ഹവ്വയുടെയും കാര്യത്തിൽ ഈ അകത്തുള്ള ഇന്നർ സാങ്ച്വറി എന്ന് പറയുന്നത് ആത്മാവാണ്. ആത്മാവ് എപ്പോഴും ദൈവത്തെ അറിയാൻ വേണ്ടിയുള്ളതാണ്. ദൈവത്തെക്കുറിച്ചുള്ള എല്ലാ വെളിപ്പാടുകളും ആത്മാവിനാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ആത്മാവില്ലാത്തവന് ദൈവത്തെക്കുറിച്ച് ഒന്നും അറിയാൻ പറ്റില്ല. പിന്നെ അവൻ്റെ സങ്കല്പങ്ങൾ അനുസരിച്ചാണ് അവൻ്റെ ദൈവബോധം ഉണ്ടാകുന്നത്. അതെപ്പോഴും വിഗ്രഹാരാധനയിലേ എത്തുള്ളൂ. അതായത് അവൻ്റെ ബുദ്ധിയിൽ നിന്നും വരുന്ന എല്ലാ ദൈവബോധങ്ങളും ദൈവചിന്തകളും വിഗ്രഹാരാധനയിൽ എത്തുള്ളൂ. അതിൻ്റെ കാര്യം, ആ വിഗ്രഹം എന്ന് പറയുന്നത് അവൻ തന്നെയാണ്. അവൻ്റെ ഒരു റിഫ്ലക്ഷനെയാണ് അവൻ വിഗ്രഹമായിട്ട് കാണുന്നത്. കാരണം അവനാണ് തീരുമാനിക്കുന്നത് നന്മ തിന്മ. അവനാണ് ദൈവങ്ങളെ സൃഷ്ടിക്കുന്നത്. അവനാണ് ഏത് തരത്തിലുള്ള ദൈവം വേണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അവൻ്റെ തീരുമാനത്തിൽ ഉണ്ടാകുന്ന ദൈവങ്ങൾക്കെല്ലാം അവൻ്റെ വിഗ്രഹത്തെ തന്നെ അവൻ പല പേരിൽ പ്രതിഷ്ഠിക്കുകയാണ്. അങ്ങനെയാണ് അനേകം ദൈവങ്ങൾ ഉണ്ടാകുന്നത്. ബുദ്ധിയിൽ നമ്മൾ ദൈവത്തെ അളക്കുന്നതുകൊണ്ടാണ്. ഇന്നും ആത്മാവില്ലാത്തവർ, ആത്മാവിൻ്റെ ശബ്ദം കേൾക്കാത്തവർ സംസാരിക്കുമ്പോൾ സംഭവിക്കുന്നത് വേറെ വേറെ ദൈവങ്ങളെ സൃഷ്ടിക്കുകയാണ്. നമ്മളത് നിസ്സാരമായിട്ട് എടുക്കരുത്. ഈ വേറെ വേറെ ദൈവങ്ങളെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഇന്ന് പ്രസംഗങ്ങളിൽ കേൾക്കുമ്പോൾ, പെന്തക്കോസ്തിനകത്തും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കയറി വരുന്ന ഇഷ്ടം പോലെ ഉണ്ട്. അവർ പ്രസന്റ് ചെയ്യുന്ന ദൈവത്തിന് നമ്മുടെ സ്വഭാവമാണ്. നമുക്ക് എന്താണോ വേണ്ടത് അതാണ് ദൈവത്തിന് വേണ്ടത്. നമ്മുടെ പിള്ളേർ നല്ല വിദ്യാഭ്യാസം നേടി, നല്ല പൈസ വാങ്ങിച്ച്, നല്ല ശമ്പളം വാങ്ങിച്ച്, നല്ല രാജ്യങ്ങളിൽ പോയി സെറ്റിൽ ചെയ്ത്, നമ്മൾ നല്ല വീട് 2-3 വീടൊക്കെ വീട്ടിൽ വെച്ച്, കുറേ വാടകയ്ക്ക് കൊടുത്ത്, കുറേ വിറ്റ്, ഇങ്ങനെ പൈസയൊക്കെ എന്ത് പറയാനാ? ഈ ദൈവത്തിന് ഇതാ വേണ്ടത്. നിന്നെ ജയിപ്പിക്കുന്ന, വിടുവിക്കുന്ന, അതായത് എനിക്ക് വേണ്ടത് എന്താണോ അത് തന്നെ. അത് ആര് സൃഷ്ടിക്കുന്ന ദൈവം എന്നറിയോ? പുൾപിറ്റുകളിൽ ആത്മാവില്ലാത്ത ശുശ്രൂഷകർ സൃഷ്ടിക്കുന്ന ദൈവങ്ങളാണ്. ഈ ദൈവങ്ങളാണ് ഇന്ന് ഇതിനെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. വി നീഡ് ടു ബി വെരി കെയർഫുൾ അബൌട്ട് ദാറ്റ് ഫാൾസ് സ്പിരിറ്റ് വിച്ച് ലീഡ്സ് യു ഇൻ ടു ആൻ ആൻറ്റി ക്രൈസ്റ്റ്. അന്ത്യകാലത്ത് വെളിപ്പെടുന്ന ഈ എതിർ ക്രിസ്തു എന്ന് പറയുന്നത് ചുമ്മാ പൊട്ടി വരുന്നതല്ല. ദാറ്റ് ബാക്ക്ഗ്രൗണ്ട് ഈസ് ക്രിയേറ്റഡ് ബൈ പ്രസൻറ്റിങ് യു എ വേൾഡ്ലി ക്രൈസ്റ്റ്. ആ വേൾഡ്ലി ക്രൈസ്റ്റിന് നിങ്ങളുടെ അതേ സ്വഭാവമാണ്. അത് ഞാൻ സാധാരണ പറയുന്നത്, നമ്മൾ ഇത് വളരെ വേദനയോടെയും ഭയത്തോടെ നിങ്ങൾ കാണേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഇപ്പോൾ പറയാണ്, ദൈവം നിന്നോട് ചോദിക്കൂടാ എന്ന് പറയുമ്പം, ഗോഡ് ഈസ് ലൈക്ക് മീ. എനിക്ക് നിന്നോടുള്ള അതേ ദേഷ്യം ദൈവത്തിന് നിന്നോടുണ്ട്. നിങ്ങളുടെ അയൽവക്കക്കാരോട് നിങ്ങൾക്ക് വിഷമം തോന്നുകയാണ്, നിങ്ങൾ മനസ്സിൽ പറയും ദൈവം അവനോട് ചോദിക്കുമെന്ന്. നമ്മൾ മനസ്സിൽ പറയുമ്പം അതിനർത്ഥം എനിക്ക് ചോദിക്കാൻ പറ്റില്ല, കാരണം ഞാൻ നന്നായി പോയി, ദൈവം അത്ര നന്നായിട്ടില്ല, എൻ്റെ ഒറിജിനൽ സ്വഭാവം ദൈവത്തിനുള്ളത്, അപ്പോൾ ദൈവം അവരെ കൈകാര്യം ചെയ്തു എന്ന് ഞാൻ പറയുമ്പം എൻ്റെ ജീവിതത്തിൽ എന്ത് നടക്കണം എന്നാണോ എൻ്റെ ആഗ്രഹം, അത് തന്നെ നിറവേറ്റി തരുന്ന എൻ്റെ പ്രാർത്ഥന അല്ലെ ദശാംശം വാങ്ങിച്ചിട്ട് കൊട്ടേഷൻ സ്വീകരിച്ചിട്ട് വേറെ ഒരാളെ ആക്രമിക്കുന്ന ഒരാളായിട്ട് എൻ്റെ അതേ ക്യാരക്ടറുള്ള ഫാൾസ് ദൈവങ്ങളെ നമ്മൾ സൃഷ്ടിക്കുക. എൻ്റെ അതേ മോഹങ്ങളെ ജസ്റ്റിഫൈ ചെയ്യുന്ന ദൈവങ്ങൾ. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? പ്രാണനിലുള്ള ഒരു വ്യാപാരത്താലും സത്യദൈവത്തിൻ്റെ അടുത്ത് നമുക്ക് ചെല്ലാൻ കഴിയില്ല. ബുദ്ധി കൊണ്ടുള്ള വ്യാഖ്യാനങ്ങൾ ഞാൻ പലപ്പോഴും മനസ്സിലായി, ബുദ്ധി കൊണ്ട് പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, പിള്ളേരെ നമ്മൾ അങ്ങനെ പഠിപ്പിച്ചാൽ, പ്രിയ സഹോദരങ്ങളെ, അവർക്ക് യഥാർത്ഥ ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലാനുള്ള ഹൃദയനുറുക്കം ഉണ്ടാവില്ല. ദൈവ ഭയം പഠിപ്പിക്കണം. നമ്മുടെ സൺഡേ സ്കൂളുകൾ, നമ്മുടെ ക്യാമ്പുകൾ, നമ്മുടെ VBSകൾ ദൈവഭയം പഠിപ്പിക്കണം. ദൈവം ആരാണെന്ന് വെളിപ്പെടണം അവർക്ക്. അതല്ലാതെ നമ്മൾ അക്ഷരങ്ങൾ കൊണ്ട് അവരെ ഇതാന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ they will only analyze God in their intellect. അതെന്നേക്കുമായി ദൈവഭയം അവരിൽ നിന്ന് എടുത്തു കളയും. We need to be very serious and broken about that. ഞാൻ പറഞ്ഞ പല കാര്യങ്ങളുടെ ഉത്തരവ് അതിനകത്തുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ പഴം തിന്നാൽ എന്തായിരുന്നു കുഴപ്പം? അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കൺസേൺ, എന്താണ് പഴം തിന്നവനോട് ക്ഷമിക്കാഞ്ഞത്? അതിൻ്റെ കാരണം, ഈ മനുഷ്യൻ്റെ ആത്മാവ് ആണ് അതുവരെ ആക്റ്റീവായിരുന്നു. അതായത് ദൈവവുമായിട്ട് ഇടപാട്. കാരണം മനുഷ്യന്, ആദമിന് നന്മതിന്മകളൊന്നും അറിയില്ല. അവൻ ആകെ അറിയാവുന്നത് ദൈവത്തെയാണ്. അവൻ അങ്ങോട്ട് തിരിയണമെങ്കിൽ ഇങ്ങോട്ട് തിരിയണമെങ്കിൽ എന്ത് പറയണമെങ്കിലും ദൈവം അവന് പറയാതെ ഒരു വകയെ അവൻ അറിയില്ല. നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പം ഈ അമ്മ എന്തു പറയുന്നു, അതല്ലാതെ അവനൊരു ലോകമില്ല, അവനൊന്നും അറിയില്ല. ഈ കുഞ്ഞ് വളർന്നു വലുതാകുമ്പോഴും അവനൊന്നും അറിയത്തില്ലെങ്കിൽ,
ഈ അമ്മ എപ്പോഴും അവൻ്റെ അടുത്തിരിക്കേണ്ടി വരും. അതായത് നന്മതിന്മകൾ അറിയാത്തൊരു കുഞ്ഞ് വളർന്നു വന്ന് പ്രായമായിട്ടും അവന് നന്മതിന്മകളെ തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ നന്മതിന്മകൾ അറിയാവുന്ന ഒരു സീനിയർ ആൾ എപ്പോഴും അവനെ സഹായത്തിന് വേണ്ടി വരും. അവൻ ഇൻഡിപെൻഡൻ്റ് അല്ല, അവനൊരു ആശ്രിതനാണ്. അപ്പം നന്മതിന്മകൾ അറിയാത്തിടത്തോളം കാലം, അവൻ ആത്മാവിൽ ജീവനുള്ളിടത്തോളം കാലം അവൻ ദൈവത്തിൻ്റെ ഒരാശ്രിതനാണ്. ദൈവം പറയാതെ അവനൊന്നും ചെയ്യാൻ കഴിയില്ല. ഹിസ് ടോട്ടലി ഡിപ്പെൻഡൻ്റ് ഓൺ ഗോഡ് ഹൂ ക്രിയേറ്റഡ് ഹിം. പക്ഷെ സാത്താൻ ഇവനോടൊന്ന് പറയുന്നത്, എടാ മണ്ട, നീ ഇങ്ങനെ എന്നും ദൈവം പറയുന്നതും കേട്ടോണ്ട് ഇങ്ങനെ നടന്നാ നിനക്ക് എന്താ ഒരു സ്വാതന്ത്ര്യമുള്ളത്? നിനക്ക് ദൈവത്തെ പോലെ ആകണ്ടേ? തന്നെ തീരുമാനമെടുത്ത് തന്നെ നടപ്പാക്കി, അല്ലേ? എന്താ നല്ലത് ചീത്ത എന്ന് നിനക്ക് അറിയാൻ വയ്യാത്തോണ്ടല്ലേ നീ വേറൊരാൾ പറയുന്നത് കേൾക്കേണ്ടി വരുന്നത്? ഈ പഴം തിന്നാൽ നിനക്ക് തന്നെ തീരുമാനിക്കാം, ആരുടെയും സഹായം വേണ്ട. ഏതില കൊണ്ട് നഗ്നത മറയ്ക്കണം, എങ്ങോട്ട് പോകണം, എന്തു പഴം തിന്നണം, എങ്ങനെ ജീവിക്കണം എന്നുള്ള ബുദ്ധിക്ക് നീ ദൈവത്തെ നോക്കണ്ട. നിൻ്റെ ഉള്ളിൽ തന്നെ ബുദ്ധി ഉണ്ടായി വരും. നിൻ്റെ പ്രാണനിൽ നന്മ തിന്മകളെക്കുറിച്ച് വിവേചിക്കാനുള്ള ശക്തി നിനക്കുണ്ടാവും. അപ്പം ശരിക്കും പിശാച് അവനെ ക്ഷണിക്കുന്നത് ആത്മാവിൽ ദൈവമായിട്ടുള്ള കണക്ഷൻ വിട്ടിട്ട് സ്വന്തം സിംഹാസനം ഉണ്ടാക്കി അതിൽ കയറി ഇരുന്നിട്ട് തന്നെത്താൻ രാജാവായി നന്മ തിന്മകളെ വിവേചിച്ച് അവൻ്റെ രാജ്യം സ്ഥാപിച്ചോളാനാണ് പറയുന്നത്. ആ രാജ്യം പൊളിയാതെ നമുക്ക് ദൈവത്തിൻ്റെ ആത്മീക രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് മരിക്കണം എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞത്. ക്രിസ്തുവിൻ്റെ കൂടെ മരിക്കാത്തവന് ഈ ദേഹി രാജ്യത്തെ തകർക്കാൻ സാധിക്കില്ല. ഈ വിശദീകരണത്തിന് വേണ്ടി ഒരു പ്രാർത്ഥനയുണ്ട്, അതൊക്കെ ഭയങ്കര ഡീപ്പാണ്. എഫ് എസ് ലേഖനം നമ്മളതിൻ്റെ ആ പൗലോസ് അപ്പോസ്തലൻ എഴുതിയതിൻ്റെ ആ ഹൃദയം നോക്കി നമ്മളത് ചിന്തിച്ചു കഴിഞ്ഞാൽ ദാറ്റ്സ് റിയലി പെയിൻഫുൾ. അപ്പോൾ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവ് ഡാർക്കൻഡായി പോയി കഴിഞ്ഞപ്പോൾ നമ്മളൊരു മെഴുകുതിരി, നിങ്ങൾ ഈ ഞാൻ പറയുന്ന ഉദാഹരണങ്ങളൊക്കെ ചിലത് ഓർത്തിരുന്നാൽ ചിലപ്പം ഈ പ്രസംഗമായിട്ട് കണക്ട് ചെയ്യാൻ എളുപ്പം. ഒരു മെഴുകുതിരി നിങ്ങൾ സങ്കല്പിച്ച് നോക്കി, അത് അണഞ്ഞു പോകും എപ്പോഴും. അതിൻ്റെ തിരിക്ക് ബലമൊന്നുമില്ല, വളരെ നൈസായിട്ടുള്ള തിരിയാ, ചെറിയൊരു ഫ്ലെയിം മാത്രമേ അതിനുണ്ടാക്കാൻ പറ്റുന്നുള്ളൂ. അണഞ്ഞുപോയി, എപ്പോഴും അണഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയെന്ന് വെച്ചോ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഒരു പ്രാവശ്യം അണഞ്ഞു കഴിഞ്ഞപ്പം വേറൊരു സ്ട്രോങ്ങർ ലൈറ്റ് കൊണ്ടുവന്ന് അതിൻ്റെ മേളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ മെഴുകുതിരിക്ക് ജീവൻ വയ്ക്കും, വീണ്ടും കത്തും, അല്ലേ? കുറച്ചുകൂടെ വലിയൊരു മെഴുകുതിരി ഉണ്ട്, നല്ല കത്തുന്നൊരു മെഴുകുതിരി ഉണ്ടെന്ന് ഇതിനെ കത്തിച്ചാൽ ഇത് ജീവൻ വയ്ക്കും. പക്ഷെ ഇത് പിന്മാറ്റുമ്പോൾ വീണ്ടും അണഞ്ഞു പോകും, കാരണം അതത്രേ പറ്റുള്ളൂ. അപ്പോൾ ദൈവം നമ്മളെ ജീവിപ്പിക്കാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആത്മാവ് അണഞ്ഞു കിടന്ന ആ സമയത്ത് അവൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് തന്നിട്ട് നമ്മുടെ ആത്മാവിനെ ജീവിപ്പിച്ചിട്ട് പിന്നെ നമ്മളെ വിട്ടുപോകാതെ അതങ്ങനെ തന്നെ നമ്മുടെ ആത്മാവിനെ ജ്വലിപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ അധിവസിച്ച് ദൈവം ആരാന്ന് വെളിപ്പെടുത്തി പതുക്കെ 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 ജഡചിന്തകളെ വിട്ട് ഫ്ലഷിൽ ഞാൻ ഉണ്ടാക്കിയ സാമ്രാജ്യത്തെ വിട്ട് എൻ്റെ വെങ്കൽ ഭരണി പൊട്ടിച്ച് എൻ്റെ ഗോതമ്പ് മണിയുടെ വെളിയിലുള്ള അതിനെ നിലത്ത് ചാകാൻ അനുവദിച്ച് ഞാൻ ഈ ആത്മാവിൻ്റെ ശബ്ദത്തോട് മാത്രം ജീവൻ വയ്ക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ഈ വിശുദ്ധീകരണം എന്ന് പറയുന്നത്. ഇത് ദൈവത്തിൻ്റെ അതാണ് ആത്മാവിൻ്റെ വിശുദ്ധീകരണം നമ്മൾ പ്രാപിക്കുന്നത്. ഇതെല്ലാവരും ഇത് കേൾക്കുമ്പോൾ ഇത് എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. ബട്ട് വാട്ട് ഗോഡ് ഈസ് ടെല്ലിങ് മീ, ഐ എം ടെല്ലിങ് യു. ആ ഒരു ബ്രോക്കൺനെസ് ആണ് വിശുദ്ധീകരണത്തിൻ്റെ ഏറ്റവും ഫൗണ്ടേഷണലായിട്ടുള്ള കാര്യം. അപ്പോൾ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളവൻ തിരഞ്ഞെടുത്ത് ക്രിസ്തുവിലാക്കാനുള്ള കാരണം ഈ കർത്താവിൻ്റെ അധ്വാന ഫലമാണ് ഈ വിശുദ്ധി, ഈ ജീവൻ. അത് നമ്മളിലേക്ക് പകർത്താൻ വേറെ വഴിയില്ലായിരുന്നു. നമുക്കത് അവകാശികളായി തരണമെങ്കിൽ അവനിൽ നമ്മൾ ഉണ്ടായിരിക്കണമായിരുന്നു. സോ വി ആർ ഹോളി ഇൻ ക്രൈസ്റ്റ് ആൻഡ് വി പാർട്ടേക്ക് ഇൻ ഹിസ് ഹോളിനെസ്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, ഹീബ്രൂസ് ചാപ്റ്റർ 12 വേഴ്സ് 10. നമ്മൾ എബ്രായ ലേഖനത്തിലേക്ക് വീണ്ടും വരും, കാരണം എബ്രായ ലേഖനം വിശുദ്ധീകരണത്തിൻ്റെ ലേഖനമാണ്. നമ്മൾ റോമാലേഖനം നീതീകരണത്തിൻ്റെ ലേഖനമാണെങ്കിൽ എബ്രായ ലേഖനം വിശുദ്ധീകരണത്തിൻ്റെ ലേഖനമാണ്. ഒരു കാരണവശാലും വിട്ടുപോകരുത്, അത് പഠിച്ചേ പറ്റുള്ളൂ. അവർ ശിക്ഷിച്ചത് അത് പേരൻസ് പിള്ളേരെ ശിക്ഷിക്കുന്ന കാര്യമാണ്. കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. എന്തിനു വേണ്ടിയാ അപ്പൻ അമ്മമാര് പിള്ളേരെ തല്ലുന്നത്, ശിക്ഷിക്കുന്നത് എന്തിനു വേണ്ടിയാ? നന്നാകാൻ വേണ്ടിയാണോ? എനിക്ക് അത്രയങ്ങ് വിശ്വാസമില്ല. ദേഷ്യം വന്നിട്ടല്ലേ തല്ലുന്നേ? അതോ നന്നാവാൻ വേണ്ടിയാണോ? നന്നാവാൻ വേണ്ടിയാ, പക്ഷെ തല്ലുന്ന എന്തുകൊണ്ടാണ്? അപ്പം മിക്കവാറും തല്ലിൻ്റെ എല്ലാം പുറകിലൊരു ദേഷ്യമുണ്ട്, അതിനകത്ത് ഭയങ്കര പാപമാണ്. അതുകൊണ്ട് പിള്ളേരെ തല്ലരുതെന്ന് ഞാൻ പറയുന്നില്ല. തല്ലാൻ തോന്നുമ്പം 10 മുതൽ 1 വരെ 2-3 പ്രാവശ്യം എണ്ണി ഒന്ന് സ്വസ്ഥമായിട്ട് പിള്ളേരെ വിളിച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് നീ നന്നാകാൻ വേണ്ടിയാണെന്ന് പഥ്യോപദേശം കൊടുത്ത് പിന്നെ ശിക്ഷിച്ചാൽ
ആ ഭയാനകത നമ്മുടെ മുഖത്തുണ്ടാവില്ല. ഈ ഭയാനകത പിള്ളേരിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യരുത്. കാരണം പുതിയ നിയമത്തിലെ ശിക്ഷണം അങ്ങനെയല്ല. നമ്മുടെ ദേഷ്യത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാം പാപമാണ്. Children are thinking, okay, getting angry is okay. My mother gets angry, my father gets angry. If I also get angry, that's fine. അപ്പം ഈ ഒരു ഹൃദയനുറുക്കത്തിൽ നിന്ന് മാത്രം ഇവരെ ശിക്ഷിക്കാൻ പോലും സാധിക്കുള്ളൂ. ഞാൻ എപ്പോഴും മക്കളെ ശിക്ഷിക്കാൻ നേരത്തെ എനിക്ക് ഭയങ്കര പെയിൻ ഉണ്ടാകും. കാരണം ഞാൻ വിചാരിക്കും, എൻ്റെ കർത്താവെ, ഞാൻ എത്രയോ മോശമായിരുന്നു, ഇവനൊന്നുമില്ല ഇത്രയെങ്കിലും ഉണ്ടല്ലോ, ഞാൻ ഇവനെ എങ്ങനെ തല്ലും. അപ്പം എനിക്ക് തല്ലാൻ ഭയങ്കര വിഷമം. തല്ലാൻ വടിയെടുക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഭയങ്കര വേദന തോന്നും. ഐ ആം വർസ് ദാൻ ഹിം, ഞാൻ എങ്ങനെ അവനെ തല്ലും. അങ്ങനെ ഞാൻ കുറേ തല്ലാതായി കഴിഞ്ഞപ്പം എൻ്റെ മകൻ തന്നെ എന്നോട് ഒന്ന് പറഞ്ഞു, എന്നെ ഒന്ന് തല്ലാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്തിനാണ് ഞാൻ നിന്നെ തല്ലുന്നത്? അല്ല, എനിക്ക് ഓർമ്മ വരത്തില്ല, അതുകൊണ്ടാണ് തല്ലിയാൽ ഞാൻ ഓർക്കുമെന്ന്. ഞാൻ ഇങ്ങനെ പിള്ളേർ നമ്മളെ കുരുക്കിയാൽ ഒരു രക്ഷയില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അവർ ശിക്ഷിച്ചത് കുറേ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരം അത്രേ അവനോ നാം അവൻ നേടിയ അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായത്രേ ശിക്ഷിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ശിക്ഷണത്തിനകത്ത് നിങ്ങളുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ്റെ വിശുദ്ധി നിങ്ങളിലേക്ക് പകരാനുള്ള ദൈവത്തിൻ്റെ മാർഗമാണ് ഈ ശിക്ഷണം എന്ന് പറയുന്നത്. അത് പോകാൻ വേണ്ടി നിങ്ങൾ ഉപവാസം എടുത്താൽ എനിക്കറിയാൻ വയ്യ അതെന്തായിത്തീരും. ആ സമയത്ത് സ്തോത്രം ചെയ്ത്, കർത്താവെ, നിൻ്റെ ശിക്ഷണത്തിൽ ഞാൻ ഇരിക്കുന്നതിനായി സ്തോത്രം എന്ന് പറഞ്ഞാൽ അതിൽ ഏത് പിശാചിനെ ജയിക്കാനുള്ള അധികാരവും നമുക്കത് തരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് അവൻ്റെ വിശുദ്ധി, വാട്ട് ഹി ഡിഡ്, അതിലേക്ക് നമ്മളെ വിളിക്കുന്ന ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ചാണ്, ഇൻ ക്രൈസ്റ്റ്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം നമ്മൾ അന്ന് ശബത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു. വേദപുസ്തകത്തിൽ ആദ്യം വിശുദ്ധിയുടെ അടയാളമായി കാണുന്നത്, ഏറ്റവും പ്രൈമറി മാർക്കർ ഓഫ് ഹോളിനെസ് ഈസ് റെസ്റ്റിംഗ് വിത്ത് ദ ലോർഡ്. ദൈവവുമായുള്ള നമ്മുടെ റെസ്റ്റാണ്. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കാം. ഇങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു. താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവർത്തനായി. അടുത്ത വാക്യം, താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അത് നിവർത്തനായതുകൊണ്ട് ബിക്കോസ് ഗോഡ് entered into a rest. ആ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ വിശ്രമമല്ല, സ്വസ്ഥതയാണ്. മനസ്സിലാവുന്നുണ്ടോ? റെസ്റ്റ് ഈസ് നോട്ട് വിശ്രമം, റെസ്റ്റ് ഈസ് സ്വസ്ഥത. ഓക്കെ, ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ചു, ശുദ്ധീകരിച്ചു. ആദ്യം ശുദ്ധീകരണം എന്ന വാക്ക്, അത് നമ്മുടെ മലയാളത്തിൽ വായിക്കുമ്പോൾ ശുദ്ധീകരണം എന്നാണെങ്കിലും ഇംഗ്ലീഷിൽ അതിന് സാങ്ക്ടിഫൈഡ് എന്ന, വിശുദ്ധീകരിച്ചു എന്ന് തന്നെയാണ്. ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ ക്ലെൻസ്ഡ് ഇറ്റ് എന്നാണ് വരേണ്ടത്, അല്ലേ? ക്ലെൻസ്ഡ് ഇറ്റ്. ദർ വാസ് നോ ഡർട്ട് ടു ക്ലെൻസ് ദെയർ. കർത്താവ് എന്താ ചെയ്തത്? 7-ാം ദിവസത്തെ ദൈവം സെപ്പറേറ്റ് ചെയ്തു, വിശുദ്ധീകരിച്ചു. മേഡ് ഇറ്റ് എ സാങ്ക്ടിഫൈഡ് ഡേ, സെപ്പറേറ്റഡ് ഡേ. ബാക്കിയുള്ള 6 ദിവസത്തിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ട് 7-ാം ദിവസത്തെ ദൈവം മാറ്റിവെച്ചു, അതിനെ വിശുദ്ധീകരിച്ചു. സാങ്ക്ടിഫൈഡ് ദാറ്റ് ഡേ എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ റെസ്റ്റാണ്, സ്വസ്ഥതയാണ്. ഈ വിശുദ്ധീകരണത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ഒരു സ്വസ്ഥതയാണ്. പക്ഷേ ഇറ്റ്സ് നോട്ട് ഈസി ടു റീച്ച് ദെയർ. ആ സ്വസ്ഥതയിലേക്ക് നമുക്ക് പോകാൻ എളുപ്പമല്ല. ഇറ്റ്സ് വെരി ടഫ്. ഇത് എന്നെക്കൊണ്ട് തന്നെ ദൈവം പറയിപ്പിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. കാരണം ഒരു റെസ്റ്റില്ലായ്മ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇന്ന് രാവിലെ ഞാൻ എന്താ സംസാരിക്കേണ്ടതെന്ന് ഞാൻ മുൻകൂട്ടി പ്ലാൻ ചെയ്യാറില്ല. പക്ഷേ രാവിലെ ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ റെസ്റ്റ്ലെസ് ആക്കിയിട്ടുള്ള സംഭവങ്ങളെല്ലാം ദൈവം ഇങ്ങനെ കാണിച്ച് തരുമായിരുന്നു. അപ്പം ഞാൻ എത്ര ബലഹീനനാണ് അവിടെയെന്ന് എന്നെ ബോധ്യപ്പെടുത്തിയിട്ടാണ് ഈ റെസ്റ്റിനെ കുറിച്ച് നിങ്ങളോട് പറയുവാൻ എന്നെ ഇവിടെ വിട്ടിരിക്കുന്നത്. അപ്പോൾ സ്വസ്ഥത എന്ന് പറയുന്നത് പോലും നമ്മൾ അച്ചീവ് ചെയ്യുന്ന ഒന്നല്ല, ദൈവം നമുക്ക് തരുന്നതാണ്. ഈ സ്വസ്ഥതയിലേക്കുള്ള യാത്രയിൽ ഒരു പ്രധാനപ്പെട്ട പടിയാണ് ദൈവത്തിന് മുമ്പിൽ നിശബ്ദനാകാൻ നമ്മൾ പഠിക്കുന്നത്. ടു ലേൺ സൈലൻസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. എന്ത് സംഭവിച്ചാലും ഗോഡ് ഈസ് ഇൻ കൺട്രോൾ ആൻഡ് വി ഡോണ്ട് നീഡ് ടു ബി പാനിക്കിങ്. നമുക്ക് പാനിക് ചെയ്യേണ്ട കാര്യമില്ല, കാരണം പിതാവ് അവിടെ ഉണ്ട്. ഇത് നമ്മൾ പഠിക്കുന്നത് എപ്പോഴും നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ അനുഭവങ്ങളിൽ നിന്നാണ് ഈ റെസ്റ്റ് നമ്മൾ പഠിക്കുന്നത്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു തീരുമാനം എടുത്തായിരുന്നു, ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ല. അതെനിക്ക് അങ്ങനെ തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാ, ദൈവം ഉണ്ടല്ലോ കൂടെ, പിന്നെ എന്തിനാന്നുള്ളതായിരുന്നു. അതായത് ഇപ്പം എൻ്റെ മോൻ വന്നതിനോട് പറയുക, പപ്പ എനിക്ക് നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തരണം കേട്ടോ. ഞാൻ തരാം പപ്പ. 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും, പപ്പ നാളെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് തരാം. അവിടെ 1 മണിക്കൂർ കഴിഞ്ഞ് പിന്നെ, പപ്പ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് തരാം.
ഒരു ദിവസം 25 പ്രാവശ്യം അവൻ എന്നോട് പപ്പാ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് തരണേ എന്ന് പറയുവാണെങ്കിൽ അത് എന്നിൽ വിശ്വാസം ഉള്ളതുകൊണ്ടാണോ ഇല്ലാത്തതുകൊണ്ടാണ്? എനിക്ക് അത് തരണേ ഇത് തരണേ തരാതെ ഇനി തരാതെ എങ്ങാനും മുങ്ങുമോന്നൊരു പേടി കാരണം പിടിക്കാതെ കർത്താവ് പറഞ്ഞ എൻ്റെ മക്കളെ, നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് നിന്റെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിയുന്ന ഒരു അപ്പനുള്ളതുകൊണ്ട് ഇതൊക്കെ അങ്ങ് വിട്. റെസ്റ്റ് ഉണ്ടാകണമെങ്കിൽ ഇത് വിടണം. ഈ റെസ്റ്റ് എന്ന് പറയുന്നത് എളുപ്പമല്ല. കാരണം കർത്താവ് പറഞ്ഞ അവൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന് ചോദിച്ചതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്താണെന്നറിയോ? ഉപജീവന ചിന്തകളാണ് അവിടുത്തെ കോണ്ടെക്സ്റ്റ്. അതായത് നമ്മൾ എന്ത് തിന്നും എന്ത് കുടിക്കും എന്നുള്ള വിചാരത്താൽ നിങ്ങൾ ഇപ്പോഴും പിടിക്കപ്പെട്ടവരാണെങ്കിൽ യു വിൽ നോട്ട് എക്സ്പീരിയൻസ് ദാറ്റ് റെസ്റ്റ്. അപ്പൊ ദൈവത്തിന്റെ പിതൃത്വം എന്ന് പറയുന്നത്, ദൈവം ഞങ്ങളെ പഠിപ്പിക്കാൻ ഒത്തിരി നാളുകൾ എടുത്തു. വളരെ നാളുകളുടെ ദാരിദ്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടിച്ച് ആഹാരം കഴിക്കാനല്ലാതെ നയാ പൈസ കയ്യില്ലാതെ ഒരു ദിവസമല്ല, ഒരു മാസമല്ല, വർഷങ്ങൾ. ആരെയും ഫോൺ ചെയ്യാനില്ല, ആരോടും സംസാരിക്കാനില്ല, ടോട്ടൽ ലോൺലിനെസ്സാണ്. എന്നെ ആർക്കും അറിയത്തുമില്ല. ഒരു ലോൺലി ലിവിങ്. ഞാൻ എവിടെ പോയെന്നും ആർക്കും അറിയത്തില്ല. ഇപ്പം ദൈവം പതുക്കെ പതുക്കെ പഠിപ്പിച്ചു, നിന്റെ കഴിവുകൊണ്ട് ഒന്നുമല്ല, ഞാൻ നിന്റെ അപ്പനായതുകൊണ്ട് നീ നടക്കും, ജീവിക്കും. നിന്റെ കൂടെ ആൾക്കാരുള്ളതുകൊണ്ടല്ല, ആരും വേണ്ട, ഞാൻ മതി, നീ ജീവിക്കും. ഒരാളോട് എനിക്ക്, ഒരു എൽഡർ പാസ്റ്ററോട് എനിക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഒരു ദിവസം എൻ്റെ ഭാര്യയോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഭാര്യയെ പേര് വിളിച്ചു, ആ ആളെങ്ങാനും മരിച്ചു പോയാൽ നമ്മൾ എന്തു ചെയ്യും? അപ്പം പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, ഇങ്ങനെ പറയരുത്, എത്രയും പെട്ടെന്ന് നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവും. ഇതിനാണ് ഈ പറഞ്ഞത്. കാരണം ദൈവം ഇത് സഹിക്കുന്ന കാര്യമല്ല. കൃത്യമായിട്ട് 1 വർഷം തികഞ്ഞില്ല, ഭയങ്കര വഴക്കുണ്ടായി. പിന്നെ ആരുമില്ല. ലോൺലിനെസ്. കർത്താവ് പറയുക, ഞാനുണ്ടെങ്കിൽ നീ ഉണ്ട്, ഞാൻ നിൻ്റെ കൂടെ ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അപ്പം ദൈവത്തിന് മുമ്പിലേക്ക് അങ്ങനെ ഒരു അബാൻഡൻമെൻറ്റ്, എന്നെ വിട്ടുകൊടുക്കാൻ മാത്രം ഞാൻ അവനെ വിശ്വസിക്കുക. കാരണം ഹീ ഈസ് വർതി ആൻഡ് ഹീ ഈസ് ബിലീവബിൾ ആൻഡ് ഹീ ഈസ് ട്രസ്റ്റ് വർതി. അല്ലേ? നമുക്ക് അവനെ അങ്ങ് ആശ്രയിക്കാം. പിന്നെ അവൻ്റെ പുറകെ നടന്ന് നിലവിളിക്കേണ്ട. ഹീ വിൽ സപ്ലൈ ഓൾ യുവർ നീഡ്സ്. അത് പറയേണ്ട പിന്നെയും പിന്നെ അതിനുവേണ്ടി ഈ സ്പിരിച്വാലിറ്റി മുഴുവൻ, പ്രാർത്ഥന മുഴുവൻ, ഉപവാസം മുഴുവൻ വിശുദ്ധീകരണത്തിന് വേണ്ടിയല്ല, ഉപജീവന ചിന്തയ്ക്ക് വേണ്ടിയാ. ടെൻഷനിൽ നിന്ന്, ആകുല ചിന്തകളിൽ നിന്ന്. പ്രിയ സഹോദരങ്ങളെ, അവിടെ നമ്മൾ ബ്രോക്കൺ ആയെങ്കിൽ മാത്രമേ നമുക്ക് വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ളൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പോലും പറ്റുള്ളൂ. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞങ്ങൾക്ക് ഒരിക്കലും ആഹാരം കുറഞ്ഞു പോയിട്ടില്ല. ഞാനിത് പറയാൻ കാരണം, ഇത് പല സ്ഥലത്തും പറഞ്ഞിട്ടില്ല, എൻ്റെ പേഴ്സണൽ അനുഭവങ്ങൾ അങ്ങനെയാണ്. അതേ ഉള്ളൂ, എനിക്ക് പുതിയൊന്നും കണ്ടുപിടിക്കാനില്ല. ഒരു ദിവസം രാവിലെ എൻ്റെ ഭാര്യ എന്നോടൊന്ന് പറഞ്ഞു, ഉച്ച വരെയുള്ള ആഹാരം ഉള്ളൂ കേട്ടോ. അന്ന് 12 പേരുണ്ട് ഞങ്ങളുടെ വീട്ടിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉച്ച വരെ ഉള്ളോ? ഓക്കെ. ഞാൻ പറഞ്ഞു, ഉച്ച വരെ ഉണ്ടല്ലോ, സാരമില്ല. അപ്പം പുള്ളിക്കാരെ ഓക്കെ എന്ന് പറഞ്ഞ് പോയി. ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചു. പിന്നെ വൈകിട്ട് എന്ത് കഴിക്കണമെന്ന് അറിയാൻ മേല. ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ കർത്താവിൻ്റെ ഒരു ചോദ്യം ചോദിച്ചു, കർത്താവേ, ഞാൻ നിന്നോട് സമ്പത്ത് ചോദിച്ചിട്ടില്ല, മിനിസ്ട്രി പോലും ചോദിച്ചിട്ടില്ല, മിനിസ്ട്രിയുടെ പോപ്പുലാരിറ്റി ഒന്നും ചോദിച്ചിട്ടില്ല, ഒരു വകയും നിന്നോട് ഞാൻ ഡിമാൻഡ് ചെയ്തിട്ടില്ല. ആകെ എൻ്റെ ഒരു വിശ്വാസമാണ്, അനുദിനം നീ ഞങ്ങളെ നടത്തും എന്നുള്ളതാണ്. ഇപ്പം ഞങ്ങൾ മാത്രമുള്ള കുഴപ്പമില്ല, ഈ പിള്ളേരെല്ലാം കൂടെ ഞങ്ങൾ എന്ത് ചെയ്യും? ഇങ്ങനെ അതൊരു പിറുപിറുക്കലാണ്. അത് പിതാവിൻ്റെ വിശ്വസ്തതയ്ക്കെതിരെയുള്ള ഒരു ചോദ്യം ചെയ്യലാണ്. അത് ബാർഗെയിനിങ്ങാണ്. അന്നേരം അത് ബാർഗെയിനിങ്ങാന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിച്ചു, എന്തൊക്കെ ഇല്ലാത്തത്, എന്തൊക്കെ വാങ്ങിക്കണം എന്ന് ശ്രദ്ധിക്കണേ. അരിയില്ല, തീർന്നു, ഉച്ചയോടുകൂടി ഫിനിഷ്ഡ്. മുളക് പൊടി, ഉപ്പ്, ടൂത്ത് പേസ്റ്റ്, കുളിക്കാനുള്ള സോപ്പ്, ഇത്രയും സാധനങ്ങളില്ല, നയാ പൈസയില്ല. റെൻ്റ് അടയ്ക്കാൻ സമയമായി. 2600 രൂപ റെൻ്റ് അടയ്ക്കണം. 2850 തോന്നുന്നു, ഞാൻ ഓർക്കുന്നില്ല. ഞാൻ വേർത്തു, വിഷമിച്ചു, ഒന്നും മിണ്ടിയില്ല. 5 മണിയായി, 6 മണിയായി, വൈകിട്ട് 7 മണിയായി, 8 മണിയായപ്പോൾ ഒരു കാർ ഞങ്ങളുടെ വീടിന് മുമ്പിൽ വന്നു നിന്നു. അയാളത് എൻ്റെ ഡിക്കി തുറന്ന് 25 കിലോ അരി എടുത്തു വെച്ചു. അത് വലിയ അത്ഭുതമൊന്നുമല്ല, കാരണം ഞങ്ങളുടെ വീട്ടിൽ പിള്ളേരൊക്കെ ഉണ്ട്, അപ്പം വിശ്വാസിയാണ്, കൊണ്ട് കൊടുക്കുന്നതിനകത്ത് അത്ഭുതമൊന്നുമില്ല. പക്ഷെ അതിന് പുറകെ അദ്ദേഹം, ഇത് 2008 ആണോ 2009 നടന്ന സംഭവം. അടുത്തടുത്ത് തന്നെ അറിയോ, ഒരു പാക്കറ്റ് വറ്റൽമുളക്, മുളക് പൊടി ഇല്ലെന്ന് രാവിലെ ഭാര്യ പറഞ്ഞായിരുന്നു, ഒരു പാക്കറ്റ് ഉപ്പ്, മെഡിമിക്സിൻ്റെ ചെറിയൊരു ബാത്തിങ് സോപ്പ്, ഒരു ചെറിയ ടൂത്ത് പേസ്റ്റ്. നിങ്ങൾ ആലോചിക്കും, ഇങ്ങനെ ആരെങ്കിലും പോയി ഗിഫ്റ്റ് ചെയ്യുമോ? ഞങ്ങളുടെ വീട്ടിലില്ലാത്ത ഒരൊറ്റ സാധനം മാത്രം ഉണ്ടായിരുന്നു, കുറച്ച് പപ്പടം. അതില്ലെന്ന് ഭാര്യ പറഞ്ഞിട്ടില്ലായിരുന്നു. അതൊരു അത്യാവശ്യ സാധനം അല്ലല്ലോ.
ഇതിങ്ങനെ നോക്കി നിൽക്കുക. പോകാൻ നേരത്ത് പുള്ളി ഒരു 3000 രൂപ എടുത്ത് കൈ തന്നു. 2800 തോന്നുന്നു റെൻറ്റ്. ഞാൻ കർത്താവിനോട് പറഞ്ഞു, തകർന്ന് തരിപ്പണ. ഞാൻ പൈസയല്ല കണ്ടത്, കർത്താവിൻ്റെ ഒരു മുഖം, വേദനിക്കുന്ന ഒരു മുഖമാണ് ഞാൻ കണ്ടത്. വേർ ഇസ് യുവർ ഫെയ്ത്ത് എന്ന് ചോദിച്ചൊരു ചോദ്യമാണ് ഞാൻ കണ്ടത്. കർത്താവിനോട് പറഞ്ഞു, നിൻ്റെ വീട്ടിലെ ഓരോ പാത്രത്തിലും എന്തുമാത്രം ഉണ്ട് എന്നറിയുന്ന ഒരു പിതാവ് നിനക്കുണ്ടെന്ന് നീ മറന്നുപോയി. ഞാൻ പറഞ്ഞു, കർത്താവേ എൻ്റെ തെറ്റാണ്. ഞാൻ ആ അനുഗ്രഹങ്ങൾ എന്നെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. കാരണം ഗോഡ് ക്യാൻ ബി സോ നിയർ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്നിട്ടും ഞാൻ നന്നായിട്ടൊന്നുമില്ല. വീണ്ടും പ്രതിസന്ധികൾ വരുമ്പോൾ റെസ്റ്റ്ലെസ്നെസ് ഉണ്ടാവും. പക്ഷേ പ്രിയ സഹോദരങ്ങളെ, ആ റെസ്റ്റ്, ദൈവമായിട്ടുള്ള ശബത്ത് എന്ന് പറയുന്നത്, അത് അനുഭവിക്കുവാൻ there is a way, there is a brokenness that God achieves in you. നമ്മളിൽ ദൈവം സാധിച്ചെടുക്കുന്ന പഴയ ആദമിക മനുഷ്യന്റെ തകർച്ച, മരണം, ഡെത്ത് ഓൺ ദ ക്രോസ്, ആ ക്രൂശിലൂടെ അല്ലാതെ ഇത് സാധിപ്പിക്കുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ്. ഈ റെസ്റ്റിലേക്ക് വരുന്നതിന് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹൗ നോട്ട് ടു ടോക്ക് ബാക്ക് ടു ഗോഡ്. ദൈവത്തോട് തറുതല പറയാതിരിക്കാനും നിശബ്ദരായിരിക്കാനും പഠിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് വെരി ടഫ്. ഞാൻ കർത്താവിനോട് പറയാം, ഇങ്ങനെ പറഞ്ഞു, കർത്താവേ നീ എന്നെ എതിലേ വിട്ടാലും കുഴപ്പമില്ല, നാളെ എനിക്ക് കഴിക്കാൻ ആഹാരം ഇല്ലെങ്കിലും കുഴപ്പമില്ല, കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഈ ലോകപരമായി യാതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ കൂടെ ആരും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നീ മാത്രം എനിക്ക് മതി എന്നൊരു പൊസിഷനിലേക്ക് നമ്മൾ വരുമ്പോൾ ദ ആദമിക് മാൻ ഹാസ് ഡൈഡ്. നിങ്ങൾ വിചാരിക്കുന്ന എളുപ്പമല്ല ഇത്. നമ്മൾ ആരും ഇത് സാധിച്ചിട്ടുമില്ല. ഇവിടെ സാധിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഞാനില്ല. ഞാൻ നിങ്ങളോട് പറയുന്നത് വിശുദ്ധിയുടെ ആ വഴിയെക്കുറിച്ചാണ്. വി ആർ ഗോയിങ് ടു ദാറ്റ് ഡയറക്ഷൻ. ആ വഴിയിലേക്ക് പോകുമ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലേൺ ടു ബി സൈലൻറ്റ്. ദൈവത്തിൻ്റെ മുമ്പിൽ നിശബ്ദനായിരുന്ന് ഞാൻ ദൈവമെന്ന് അറിയുക. ആ സൈലൻസിലേക്ക് നമ്മൾ വരുന്നത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധീകരണത്തിൻ്റെ അടയാളമാണ്. ഈ സൈലൻസ് എന്ന് പറയുന്നത് നമ്മുടെ ജഡമനുഷ്യൻ്റെ ബ്രോക്കൺനെസ്, അതെങ്ങനെയാണ് ദൈവം അച്ചീവ് ചെയ്യുന്നത് നമ്മൾ 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1 മിനിറ്റ്, സോറി, ഈ ബൈബിൾ മറിയത്തിൻ്റെ 12-ാം വാക്യം. ഈ വിധം പ്രത്യാശയുള്ളവരായി ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. ഓക്കെ, ഈ വിധം പ്രത്യാശയുള്ളവരായി, ഏത് വിധം? തൊട്ടുമുള്ള വാക്യം. ഒട്ടും തേജസ്സില്ലാത്ത നീക്കം വരുന്നത് തേജസ്സുള്ളതായിരുന്നുവെങ്കിൽ നിലനിൽക്കുന്നത് എത്ര അധികം തേജസ്സുള്ളതായിരിക്കും. അപ്പോൾ മോശയുടെ മുഖത്തുണ്ടായ തേജസ്സിനെ കുറിച്ചാണ് ഈ പരാമർശം. നീക്കം വരുന്നതായ ഒരു പ്രമാണം, ബാഹ്യമായ ഒരു പ്രമാണം. ഈ ബാഹ്യമായ ഒരു പ്രമാണം ദൈവം കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഇത്രയും ഭയങ്കര തേജസ്സിനെ ദൈവം വെളിപ്പെടുത്തിയിരുന്നുവെങ്കിൽ നീക്കം വരാത്തതും നിത്യവുമായ ഒരു പ്രമാണത്തെ വെളിപ്പെടുത്തുമ്പോൾ എത്ര ഭയങ്കര തേജസ് ഉള്ളതായിരിക്കും അത് എന്നുള്ളതാണ് ചോദ്യം. അടുത്ത വാക്യം, ഈ വിധം പ്രത്യാശയുള്ളവരെ. അപ്പൊ പ്രത്യാശ എപ്പോഴും കണക്റ്റ് ആയിരിക്കുന്നത് തേജസ്സിലേക്കാണ്. മഹത്വത്തിൻ്റെ പ്രത്യാശ, തേജസ്സിൻ്റെ പ്രത്യാശ. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം വായിച്ചേ. ഇത് ഇങ്ങോട്ട് നമ്മൾ തിരിച്ചു വരും, തൽക്കാലം ജസ്റ്റ് ഒരു വാക്യം. 1 യോഹന്നാൻ 3:2. നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നത് ആകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. അപ്പം നമ്മളെ എന്തിനാ കർത്താവ് ഇത്രയും വില കൊടുത്ത് കഷ്ടപ്പെട്ട് ക്രൂശിൽ മരിച്ച് നമ്മളെ തേജസ്കരിച്ച് വിശുദ്ധീകരിച്ച് യേശുവിൻ്റെ അതേ സ്വഭാവം നമുക്ക് തന്ന് നമ്മളെ എന്തിനായി സ്വർഗത്തോട്ട് കൊണ്ടുപോകുന്നതെന്ന് അതൊരു മിസ്റ്ററിയാണ്. നമുക്കിപ്പോഴും അറിയത്തില്ല. എന്തോ കാര്യമുണ്ട് ദൈവത്തിനല്ലേ, തീർച്ചയായിട്ടും. എന്താണെന്നറിയില്ല, അത് വെളിപ്പെട്ടിട്ടില്ല, ബൈബിൾ അത് വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ഇത്രയും മാത്രം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ അവനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട്
അവനോട് സദൃശന്മാരാകും. യോഹന്നാൻ പത്മോസിൽ വീണതുപോലെ വീഴേണ്ടി വരില്ല. കാരണം അവനെ നമ്മൾ കാണുമ്പോൾ നമ്മളും അവൻ്റെ തേജസ്സുള്ളവരായിട്ടായിരിക്കും അവനെ കാണുന്നത്. അടുത്ത വാക്യം, അവനിൽ ഈ പ്രത്യാശയുള്ളവൻ. അപ്പൊ പ്രത്യാശയെക്കുറിച്ച് എവിടെ പറഞ്ഞാലും അവിടെ എല്ലാം തേജസ്സിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം നീതീകരണത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ പ്രത്യാശയെക്കുറിച്ച് പറയുമ്പോഴെല്ലാം അവിടെ ഒരു തേജസ്കരണത്തിന്റെ ഓർമ്മപ്പെടുത്തൽ എപ്പോഴും ഉണ്ട്. അല്ല, കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു. പ്രത്യാശയ്ക്ക് ഒരു നാളും ഭംഗം വരുന്നില്ല. അവിടെയും പറഞ്ഞിരിക്കുന്നത് നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. തേജസ്സിന്റെ പ്രത്യാശയാണ്. നമ്മുടെ ഉള്ളിലുള്ള ഞരക്കം എന്ന് പറയുന്നത്, തിടുക്കം എന്ന് പറയുന്നത് ലോകത്തിന്റെ തേജസ്സല്ല, ആദമിക മനുഷ്യനെ അണിയിക്കാനുള്ളതല്ല, ആന്തരികമായി ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെടുന്ന നീക്കം വരാത്ത ആ പുതിയ മനുഷ്യന്റെ തേജസ്സിന് വേണ്ടിയുള്ള ഞരക്കങ്ങളെയാണ് പ്രത്യാശ എന്ന് പറയുന്നത്. പുറമേയുള്ള മനുഷ്യനെ തേജസ്കരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ല ജോലി വേണം, നല്ല വിദ്യാഭ്യാസം വേണം, പിന്നെ നല്ല സ്വാധീനം വേണം, പിന്നെന്താ വേണ്ടേ? നല്ല ആരോഗ്യം വേണം, നല്ല പണം വേണം, ക്യാഷ്. ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ആധുനിക മനുഷ്യനെ സ്ട്രോങ് ആക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ മുഴുവൻ എന്താ ഈ ആധുനിക മനുഷ്യൻ എങ്ങാനും ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകൾ. പ്രാർത്ഥിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല കേട്ടോ, പക്ഷെ അതേ പിടിക്കരുത്. ഇങ്ങനെ ദൈവത്തിൽ അങ്ങ് വിശ്വസിച്ചിട്ട് അതങ്ങ് വിടണം. എനിക്ക് ജീവിക്കാനുള്ള ദൈവം തന്നോളൂ. ട്രസ്റ്റ് യുവർ ഫാദർ ആൻഡ് ലീവ് ദ കേസ്. കർത്താവ് പറയുക, നിങ്ങൾ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ദൈവരാജ്യവും അതിൻ്റെ നീതി അന്വേഷിക്കും, ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. അത് നിങ്ങൾ നോക്കാൻ പോയാൽ മറ്റത് അന്വേഷിക്കാൻ പറ്റില്ല. ഉപജീവന ചിന്തകളിൽ ഭാരപ്പെട്ടിരിക്കുന്ന ഒരാൾ 50 ദിവസം ഉപവാസം എടുത്താലും ആ ഉപജീവന ചിന്തയായിരിക്കും അതിൻ്റെ ബാക്ക് ബോൺ. വിശുദ്ധീകരണത്തിനായി പ്രാർത്ഥിക്കാൻ പറ്റില്ല. പുറം മനുഷ്യനെ അണിയിക്കാനുള്ള പ്രാർത്ഥനകളിൽ നമ്മൾ സ്റ്റക്കായിരിക്കും. വേണ്ടേന്ന് ചോദിച്ചാൽ ഇതെല്ലാം വേണം, പക്ഷെ ദൈവം തരുന്നില്ലെങ്കിൽ യാതൊരു കാര്യവുമില്ല. അവിടെ സ്റ്റക്കാവുന്നതുകൊണ്ടാണ് നമുക്കൊന്നും കിട്ടാത്തതും. മനസ്സിലാവുന്നുണ്ടോ? ഇന്നത്തെ പ്രസംഗങ്ങളെല്ലാം ആ പുറം മനുഷ്യനെ ഉത്തേജിപ്പിക്കുക. അത് നിങ്ങൾ മനസ്സിലാക്കണം. All these messages come from the soul, not from the spirit. ആത്മാവിലല്ല ജഡമനുഷ്യനായ ആദമിനെ വെളിപ്പെടുന്നത്, ജഡത്തിലാണ്, പ്രാണനിലാണ്. ആ പ്രാണന്റെ ശുശ്രൂഷ ഇന്ന് മുഴുവൻ നടക്കുന്നത്. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ. അതാണ് വിശുദ്ധീകരണം. അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ വിശുദ്ധീകരിക്കുന്നു, അല്ലെ? നിർമ്മലൻ ആക്കി മാറ്റുന്നു. ഹി വർക്ക്സ് ഔട്ട് ദാറ്റ് ഹോളിനെസ്. എന്തുകൊണ്ടാ? ഈ പ്രത്യാശ കാരണം. തേജസ്സിൽ ഒരു മങ്ങൽ പോലും ഉണ്ടാകരുത്. എന്തെല്ലാം തേജസ്സിന് കർത്താവ് വെച്ചിട്ടുണ്ടോ, ആന്തരിക മനുഷ്യൻ ഏതെല്ലാം മെച്യൂരിറ്റിയിൽ എത്തുമോ, അതിലൊരു സെന്റിമീറ്റർ പോലും എനിക്ക് മിസ്സാകരുത്. അതാണ് അതിനകത്തെ കാര്യം. പക്ഷെ നമ്മൾ വിചാരിക്കുമായിരിക്കും അങ്ങനെ പൂർണ്ണമായ ഒരു ഓട്ടം ഓടാൻ നമുക്ക് പറ്റുമോ? നിങ്ങൾക്ക് അങ്ങനെ സംശയം തോന്നുന്നുണ്ട് ഇത് കേൾക്കുമ്പം? പൂർണ്ണമായ നിങ്ങൾ ആഗ്രഹിച്ചാൽ അതിനപ്പുറത്ത് ദൈവത്തിന് നടത്താൻ പറ്റും. എനിക്ക് തോന്നുന്നു ആ പ്രാർത്ഥനയും കൂടെ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് മടങ്ങി വരുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ വെച്ച്, എഫേസ്യ ലേഖനം 3:16. എഫേസ്യ ലേഖനം 3:16. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം, അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന്. പ്രാർത്ഥന വിഷയങ്ങൾ ഇല്ലാത്തവർ കേട്ടോ. എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്? എങ്ങനെ അത് വരുള്ളൂ? ആത്മാവിനാൽ മാത്രമേ വരുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അകത്തെ മനുഷ്യന്റെ സ്ട്രെങ്ത് മുഴുവൻ എവിടെ നിന്ന് വരണം? ആത്മാവിലുള്ള വിശുദ്ധീകരണത്താൽ മാത്രമേ അത് വരുള്ളൂ. അപ്പൊ പ്രാർത്ഥന മുഴുവൻ എന്താണെന്നറിയോ? അകത്തെ മനുഷ്യൻ സ്ട്രോങ് ആവാനാ. ഈ അകത്തെ മനുഷ്യന്റെ സ്ട്രെങ്തും പുറത്തെ മനുഷ്യന്റെ സ്ട്രെങ്തും തമ്മിൽ 2 ചെറിയ ഇല്ലസ്ട്രേഷൻസ് ഞാൻ പറയാം. ഒന്ന്, ഒരു മനുഷ്യൻ ഒരു അടി അടിക്കുന്നു. പുറത്തെ മനുഷ്യൻ സ്ട്രോങ് ആണെങ്കിൽ എന്ത് ചെയ്യാം? 2 പൊട്ടിയിട്ട് തിരിച്ചു കൊടുത്തിട്ട് പോവാം, അല്ലേ? കറക്റ്റാണോ? കറക്റ്റാണെങ്കിൽ തലയാട്ടിയരെ. അകത്തെ മനുഷ്യൻ സ്ട്രോങ് ആണെങ്കിലോ അവനെ കെട്ടിപ്പിടിച്ചിട്ട് എന്താ ബ്രദർ വിഷമം ചോദിക്കും, ഒന്ന് ചിരിക്കാം, അല്ലേ? അതിൻ്റെ അർത്ഥം എന്താ? അത് അകത്തെ മനുഷ്യൻ സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. പുറത്തെ മനുഷ്യൻ അവൻ കൊന്നാലും കുഴപ്പമില്ല, അകത്തെ മനുഷ്യൻ സ്ട്രോങ് ആണെങ്കിൽ അവനെ അപ്പോഴും സ്നേഹിക്കാൻ പറ്റും. കാരണം അത് ക്രിസ്തുവിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. ആ പ്രവൃത്തി ക്രിസ്തുവിനെ പോലെ ഒന്നും ആയില്ലെങ്കിലും പിതാവിനത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അത് മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നുള്ളൂ. മനസ്സിലാവുന്നുണ്ടേ പറഞ്ഞേ? അത് വിശ്വാസത്താൽ ഉളവാകുന്ന പ്രവൃത്തിയാണ്. എൻ്റെ ശരീരം പോയാലും കുഴപ്പമില്ല, ഇവനാണ് അതിനേക്കാൾ വിലയേറിയത്, ഇവൻ്റെ ആത്മാവ് പോരുത്, ഇവനെ വെറുക്കരുത്, ഇവന് വേണ്ടിയാണ് കർത്താവ് മരിച്ചത്.
അതുകൊണ്ട് അവനെ ചേർത്ത് നിർത്തുക കർത്താവ് ആഗ്രഹിക്കുന്നത്. അത് ആ സമയത്ത് വരണം. അത് അകത്തെ മനുഷ്യൻ സ്ട്രോങ് ആണെങ്കിലേ പറ്റുള്ളൂ. നിങ്ങൾ നാളെ തൊട്ട് അങ്ങനെ ആകും തീരുമാനം എടുത്താൽ പറ്റിയല്ല, വരില്ല. ഇറ്റ് വിൽ നോട്ട് ഹാപ്പൻ അൺടിൽ ദ ഔട്ടർ ബോഡി ഈസ് ബ്രോക്കൺ. ആ തേജസ്സിലേക്കുള്ള അകത്തെ വിത്ത്, ആ തൊണ്ട് പൊളിഞ്ഞു പോയിട്ട് അതിനകത്ത് വിത്ത് എക്സ്പോസ്ഡ് ആകാതെ, മണ്ണിൽ വീണ് നശിക്കാതെ, അതിൻ്റെ വെളിയിലുള്ള നശിക്കാതെ ഒരിക്കലും അത് ഉണ്ടാവില്ല. അപ്പം നമ്മുടെ പ്രാർത്ഥന എന്താണ്? ധൈര്യമായിട്ട് പ്രാർത്ഥിക്കാമോ? കർത്താവേ, ആത്മാവിനാൽ എൻ്റെ അകത്തെ മനുഷ്യൻ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന്, നല്ല ബലമുണ്ടാകേണ്ടതിന്. ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. നമുക്ക് ഇന്ത്യയിലൊരു ചർച്ചുണ്ട്, കേരളത്തിലൊരു ചർച്ചുണ്ടെന്ന് വിചാരിച്ചോ. സുവിശേഷ വിരോധികൾ ഈ ചർച്ചിനിട്ട് കല്ലെടുത്ത് എറിഞ്ഞു എന്ന് വിചാരിച്ചാൽ മതി. ഇനി ഇങ്ങനെ വിചാരിച്ചോ, പിണറായി വിജയൻ എൻ്റെ അയൽവക്കക്കാരനാണെന്നും ഞങ്ങൾ ചെറുപ്പം തൊട്ടേ ഭയങ്കര പരിചയമാണെന്നും വിചാരിച്ചോ. ഈ കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്തായിരിക്കും ചെയ്യുന്നത്? ഉടനെ പിണറായി വിജയനെ വിളിക്കും. അപ്പം ഔട്ടർ മാൻ ഈസ് വെരി സ്ട്രോങ്. മുഖ്യമന്ത്രി പറയും, സഖാവേ ഞങ്ങൾക്ക് ആരാണ്ട് കല്ലെടുത്ത് എറിഞ്ഞിട്ടുണ്ട്. ഉടനെ അവിടുത്തെ പോലീസുകാരെ വിളിച്ച് അപ്പോൾ തന്നെ കാര്യം നിരപ്പാക്കി തരും. നമ്മൾ കോളറൊക്കെ പിടിച്ചിട്ട് ഞാൻ ആരടാ മോനെ എന്നുള്ള രീതിയിൽ നമ്മൾ മിടുക്കരാവും, അല്ലേ? എന്തെങ്കിലും റാലി നടത്തുമ്പം, അല്ലേ, മതപരിവർത്തന ബില്ല് വരുന്നെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഉടനെ തുടങ്ങി. പ്രിയ സഹോദരങ്ങളെ, മിണ്ടിപ്പോയേക്കരുത്. കാരണം ഈ ആരുടെ കോഴിയെ കട്ടെന്ന് ചോദിക്കുമ്പോൾ ഞാനാന്ന് പറഞ്ഞ് തപ്പുന്നോലിരിക്കും. കാരണം മതപരിവർത്തന ബില്ല് എന്താണെന്നറിയാമോ? അവർ പറയുന്നത് പൈസ കൊടുത്തും സ്വാധീനിച്ചുമുള്ള മതപരിവർത്തനത്തെ നിരോധിക്കുന്നു എന്നാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ നിരോധിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിനു വേണ്ടി പോകാമെന്നുള്ള വിളിച്ച് പറയുമല്ലേ. ഇതിന് ദുർവിനിയോഗം ഉണ്ടാവും, അന്ന് നമുക്ക് സംസാരിക്കാം. പക്ഷേ ഇന്ന് അതിനെതിരെ കൊടി പിടിച്ചാൽ നമ്മൾ ഇതെല്ലാം ചെയ്യുന്നവരാണെന്ന് വിളിച്ച് പറയുന്നവരിരിക്കും. മനുഷ്യൻ്റെ സ്ട്രെങ്ത് കാണിക്കാനാണ് ഞങ്ങളും ഉണ്ട് എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും ഈ മനുഷ്യരുടെ സ്ട്രെങ്ത് കാണിക്കാൻ ശ്രമിക്കുമല്ലോ, ഞങ്ങളുടെ പാർട്ടിയാണോ വലുതെന്ന്. അതെല്ലാം പുറത്തെ മനുഷ്യനാണോ അകത്തെ മനുഷ്യനാണോ? പുറത്തെ മനുഷ്യനല്ലേ. അത് ആധുനിക മനുഷ്യനല്ലേ, തകർന്നു പോകേണ്ട തൊണ്ട. അതിന് പെയിൻ്റ് അടിച്ച് നമ്മളിങ്ങനെ ഫ്രെയിമിൽ വെച്ചിരിക്കുക. ചേസ് എന്ന് പറയുന്നവൻ ഒരു റെപ്യൂട്ടേഷൻ, എല്ലാവരും നല്ല പറയണം, ആരെങ്കിലും എതിർത്താൽ സഹിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ പൊതിഞ്ഞ് പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്ന ഈ നെന്മണി ഉണ്ടല്ലോ, ഒരു പ്രയോജനമില്ല. അത് അങ്ങനെ ഇരിക്കുകയുള്ളൂ ഗ്ലാസ്സിനകത്ത്. അത് വീണ് പൊളിഞ്ഞ് ആധുനിക മനുഷ്യൻ മണ്ണിനോട് അടിഞ്ഞു കഴിയുമ്പോൾ അകത്ത് സൃഷ്ടിക്കപ്പെട്ട യേശുവിന് അനുരൂപനായ തേജസ്സിന് വേണ്ടി കൊതിക്കുന്ന ആ ആൾ ഉരുവായി വരും. എന്നെ സുവിശേഷ വിരോധികൾ കല്ലെറിയുന്നു, മതപരിവർത്തന നിയമം വരുന്നു, ഒരാളും എൻ്റെ ഫ്രണ്ടില്ല, പോലീസുകാരനെതിരെ, നാട്ടുകാരും എതിരെ, വീട്ടുകാരും എതിരെ. അയാൾ എന്ത് ചെയ്യും? അയാൾ കർത്താവിൻ്റെ പറയും, എൻ്റെ കർത്താവ്, എനിക്ക് നീ അല്ലാതെ ആരുമില്ല. ബാക്കി ബലമെല്ലാം പോയി. ഈ ബലം ക്ഷയിക്കുമ്പോൾ ചിലപ്പോൾ ബലം ഉണ്ടായിരിക്കാം, പക്ഷെ ആ ബലത്തെ ചവറന്നെണ്ണാതെ ആന്തരിക മനുഷ്യനിലെ വിശദീകരണം അനുഭവിക്കാൻ കഴിയില്ല. പൗലോസ് അതാ പറയുന്നത്, എനിക്ക് ബലമുണ്ട്, അതെല്ലാം എനിക്ക് ലാഭമായിരുന്നു, പക്ഷെ അതെല്ലാം യേശുവിൻ്റെ ജീവനെ ഓർത്ത് നോക്കുമ്പം അതെല്ലാം വെറും ചവറ. കാരണം അതിൻ്റെ പുറകെ ഞാൻ പോയി. അത് ഭയങ്കര അറപ്പ് തോന്നുവാണ്. കാരണം ഈ ശക്തി എടുത്ത് കളിച്ചത്, ബുദ്ധി എടുത്ത് കളിച്ചത്, തന്ത്രങ്ങൾ വെച്ച് കളിച്ചത്, ഇതെല്ലാം അയ്യോ എന്തൊരു നഷ്ടം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇതൊരു ബ്രോക്കൺനെസ് ദൈവം നമുക്ക് തന്നെങ്കിൽ മാത്രമേ അത് ഉണ്ടാവുള്ളൂ. അവൻ്റെ ആത്മാവിനാൽ നമ്മുടെ ഉള്ളിലേക്ക് വന്ന് നമ്മുടെ ആത്മാവിനെ ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച്, അപ്പം അകത്തെ മനുഷ്യനെ സ്ട്രോങ് ആക്കണമെങ്കിൽ ആത്മാവിലുള്ള ആഹാരം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കണം. പുൾപിറ്റുകളിൽ നിന്ന് അത് വരണം. ആത്മാവിനെ പരിപോഷിപ്പിക്കണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ അത് വരണം. നമ്മുടെ സഭയിലെ കൃപാവരങ്ങൾ എന്തിനാ? കൃപാവരങ്ങളെല്ലാം ഈ ക്രിസ്തുവിനെ നമ്മളിൽ ഉളവാക്കാൻ വേണ്ടി. എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ അതുണ്ട്, അതെല്ലാം വായിക്കാൻ പറ്റില്ല. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും കൃപാവരങ്ങളിലൂടെ ശുശ്രൂഷിക്കുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, സഭയിലെ സഹോദരങ്ങളുടെ മിനിസ്ട്രി എത്ര വലുതാണെന്നറിയോ? ഞാൻ ഈ റെസ്റ്റ്ലെസ്നെസ് ഇടയ്ക്കിടയ്ക്ക് അനുഭവിക്കുന്ന ആളാണ്. എനിക്കതുകൊണ്ട് ഭയങ്കരമായ ബ്രോക്കൺനെസ് ഉണ്ട് നിങ്ങളോട് പറയുമ്പോഴും. എനിക്ക് ഈ ശുശ്രൂഷയുടെ കാര്യത്തിൽ ഇപ്പോൾ ഒരിത്തിരി തിരക്ക് കൂടുതലുണ്ട്. അപ്പം എൻ്റെ വൈഫിനൊരു ചെറിയ സർജറി കഴിഞ്ഞ ദിവസം വേണ്ടി വന്നു. ഓവറിയിലൊരു സിസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു ഓവറി ഒരു സൈഡ് റിമൂവ് ചെയ്യാൻ. കുഴപ്പമൊന്നുമുള്ള സിസ്റ്റൊന്നും അല്ലായിരുന്നു, എന്നാലും ഡോക്ടർ പറഞ്ഞു റിമൂവ് ചെയ്യണം. ഞങ്ങളുടെ ഫ്രണ്ട്സ് ആയിരുന്നു അവരും. അപ്പം ഓക്കെ. പക്ഷേ അഡ്മിറ്റ് ചെയ്യുമ്പോഴും ഡിസ്ചാർജ് ചെയ്യുമ്പോഴും ഞാൻ ആ വഴിയിലെങ്ങും ഇല്ല. ഈ വഴിയിലൊന്നും ഞാനില്ല, ഞാൻ എവിടെയോ മീറ്റിങ്ങിന് പോയിരിക്കുക. അപ്പോൾ ഞങ്ങളുടെ ചർച്ചിലൊരു സഹോദരനാണ് ഈ ICU വെളിയിൽ പോയിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിച്ചു നോക്കി, എങ്ങനെയുണ്ട്. ഒരു ദിവസം പുള്ളി എന്നോട് പറഞ്ഞു, ചേട്ടാ, പുള്ളി എന്നെ ചേട്ടാന്ന് വിളിക്കുന്നത്, ചേട്ടനെ ദൈവം ഏൽപ്പിച്ചേക്കുന്ന പണി എന്തോ? ഞാൻ പറഞ്ഞു, സുവിശേഷം പറയാം. ഈ 2 മാസം മുമ്പ് നടന്ന കാര്യം കേട്ടോ. ഒരു മാസമായിട്ടുള്ളൂ. സുവിശേഷം പറയാൻ സഭയിൽ പ്രസംഗിക്കുമ്പോൾ, ചേട്ടൻ അത് ചെയ്യ്. ഇവിടെ ദൈവം എന്നെ ഇരുത്തിയേക്കുന്നത്, ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക, ICU ഇരുന്ന് ബൈബിൾ വായിക്കുക, ഞാൻ സ്വസ്ഥമായിട്ട് ഇവിടെ ഇരിക്കുക. ഇത് എന്നെ ഏൽപ്പിച്ചേക്കുന്ന പണി. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്ത് എന്നെ ഡിസ്റ്റർബ് ചെയ്യില്ലെന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ചെങ്കിൽ, ഞാൻ അവിടെ ഇരുന്ന് ആലോചിച്ചു, കർത്താവെ എന്നോട് മറുപടി പറയാൻ ആ സഹോദരനെ ദൈവം വെച്ചിരുന്നു. എൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷം വന്നു. കാരണം എന്നോട് റെസ്റ്റ് ചെയ്യാൻ കർത്താവ് ആവശ്യപ്പെടുക. ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല.
അപ്പോൾ സഹോദരനെ കൊണ്ട് പറയിപ്പിക്കുക. അവൻ ആരുടെ എന്നോട് അങ്ങനെ പറയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പഴയ ആദമാണ്. പക്ഷെ അതങ്ങ് പൊളിഞ്ഞു പോയാൽ ആ മനുഷ്യനെ ഞാൻ ചെന്ന് വൈകിട്ട് എന്നെ പുള്ളി വിളിച്ചു പറഞ്ഞു, ചേട്ടാ രാവിലെ ഞാൻ പറഞ്ഞ വിഷമമായോ? ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് ഭയങ്കര സന്തോഷമായി. പുള്ളി പറഞ്ഞു, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ എല്ലാ ഉള്ളിലുണ്ടല്ലോ. പുള്ളി പറയുവാ, ചേച്ചിയുടെ ഉള്ളിലും ഉണ്ടല്ലോ. ഉണ്ട്. അപ്പോൾ യാക്കോബിൻ്റെ ലേഖനത്തിൽ ചേട്ടൻ വായിച്ചിട്ടില്ലേ, ദൈവം നമ്മോട് അസൂയക്കായി കാംക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ നിന്നുകൊണ്ട് ഒരുത്തൻ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാന്ന് പറയുമ്പോൾ ദൈവത്തിന് ഭയങ്കര സങ്കടമാണ്. കാരണം എനിക്ക് എൻ്റെ ഭാര്യയോടുള്ളതിനേക്കാൾ സ്നേഹം ആത്മാവിനെ ദൈവം കൊടുത്ത് ദൈവത്തിനുള്ളത്. അപ്പോൾ അത്രയും വലിയ ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് നമ്മൾ ടെൻഷൻ അടിക്കുന്നത് ശരിയാണോ ചേട്ടാ? ഞാൻ പറഞ്ഞു അല്ല മോനെ, ശരിയല്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു അടുത്ത സൺഡേ ചർച്ചിൽ പ്രസംഗിക്കാമോ? പുള്ളിക്ക് ആ പ്രസംഗമൊന്നും അറിയാൻ വയ്യെന്ന് പറഞ്ഞെങ്കിലും പുള്ളി നല്ല ഭംഗിയായിട്ട് സംസാരിച്ചു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തകർക്കപ്പെടാനും നമ്മളെ കാണാനും നമ്മളെ തകർന്നാൽ മാത്രമേ വേറൊരാൾ പറയും നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അല്ലെ അവൻ ആരെ എന്നെ ഉപദേശിക്കാൻ എനിക്ക് തോന്നും. ഏത് കുഞ്ഞിൽ നിന്നും ഏത് കഴുതയിൽ നിന്നും കേൾക്കുമ്പം ഹംബിൾനെസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ പ്രസൻസിലാണ്. അവന് നമ്മളെ എങ്ങനെയും തകർക്കാൻ അധികാരമുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അങ്ങോട്ട് ആ പുള്ളി അനുഭവിക്കുന്ന റെസ്റ്റ് അതുപോലെയാണ്. ഭയങ്കര റെസ്റ്റിലാണ് പുള്ളിയുടെ കുഞ്ഞിന് സുഖമില്ല, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, ചെറിയ കുഞ്ഞ്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പൈസ ഇല്ല. പുള്ളി ആരോടും പറയല, പുള്ളി കൊണ്ടുപോയൊന്നുമില്ല. പുള്ളി ദൈവത്തോട് പറഞ്ഞു, കർത്താവേ എൻ്റെ പൈസയൊന്നുമില്ല, നീ സൗഖ്യമാക്കിയേ പറ്റുള്ളൂ. ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ട് എൻ്റെ പൈസ ഇല്ല. പറഞ്ഞാൽ സഹായിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, പക്ഷെ ആരും പറയില്ല. കുറേ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ കർത്താവ് ചോദിച്ചു, ഈ കുഞ്ഞിനെ ഞാൻ വിളിച്ചുകൊണ്ട് പോയാലാണോ അത് അവിടെ താമസിച്ചാലാണോ എനിക്ക് മഹത്വം ഉണ്ടാകുന്നത് നിനക്ക് എങ്ങനെ അറിയാം? അപ്പം പുള്ളി പറഞ്ഞു, നിൻ്റെ ഇഷ്ടമെന്ന് പറഞ്ഞു. കുഞ്ഞിനപ്പം തന്നെ സൗഖ്യമായി. ദൈവം ഡിമാൻഡ് ചെയ്യുന്ന, എനിക്ക് അതേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവന് വിട്ടുകൊടുത്താൽ അവൻ നശിപ്പിക്കുന്ന ദൈവമല്ല, നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ്. പക്ഷെ അവന് വിട്ടുകൊടുക്കാത്തതൊന്നും വിശുദ്ധമല്ല. ഈ റെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര വിശുദ്ധീകരണം. ആ വിശുദ്ധീകരണത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് ദൈവം തന്നെ നമ്മുടെ ആ ആന്തരിക മനുഷ്യനെ, ആ പഴയ മനുഷ്യനെ തകർത്തെങ്കിൽ മാത്രമേ അത് സാധിക്കുള്ളൂ. ഞാനിതെല്ലാം പറയുന്ന റോഡ് മാപ്പ് കേട്ടോ. ഞാൻ പൂർണ്ണമായിട്ട് ജയിക്കാത്ത ഒരാളായതുകൊണ്ട് നിങ്ങൾക്കൊരു സമാധാനം ഉണ്ടാവുമായിരിക്കാം. പക്ഷെ നമ്മളെല്ലാവരും ആ വഴി പോകുമ്പോഴും ആ വഴിയിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഒരു വലിയ ലാഭമുണ്ട്. എന്താണെന്നറിയാമോ? പിതാവ് നമ്മളെ നോക്കുമ്പോൾ വി ആർ ഇൻ ക്രൈസ്റ്റ്, നമ്മൾ ക്രിസ്തുവില്ല. ഭയങ്കര സന്തോഷമാണ്. അതവിടെ അങ്ങനെ ഇരിക്കുക. പക്ഷെ നമ്മൾ ഓടി 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 ആദ്യം ഡിഗ്രി കിട്ടിയിട്ട് പിന്നെ ഓടുന്ന പോലെ ഇത്. ഓക്കെ, ഇനി അതിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ വിശുദ്ധീകരണം എന്ന് പറയുന്ന ഒരു 50 നില കെട്ടിടമാണെങ്കിൽ നമ്മളതിങ്ങനെ ഓടി കയറി 1-ാം നില, ചിലപ്പോൾ 1-ാം നിലയിലായിരിക്കും, ചിലപ്പോൾ ഞാൻ 5-ാം നിലയിലായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ 15-ാം നിലയിലായിരിക്കും, ചിലർ 20-ാം നിലയിലായിരിക്കും, 50-ലൊന്നും ആരും എത്തുമില്ലായിരിക്കും. പൗലോസൊക്കെ ചിലപ്പോൾ 40-ലായിരിക്കും. അപ്പോൾ അവസാനം മരിക്കാൻ സമയത്ത് എന്താണെന്നറിയോ എൻ്റെ പ്രത്യേകത? കർത്താവ് പറയും, രാവിലെ 9 മണി തൊട്ട് പണിതവനും 4 മണി തൊട്ട് പണിതവനും എല്ലാം ഒരേ പ്രതിഫലം കൊടുത്തേക്ക്, ഓടിയവനെല്ലാം പ്രതിഫലം. പ്രത്യാശ ആരുടെയെല്ലാം ഉള്ളിൽ ജീവനായി മാറുന്നുണ്ടോ? യേശു ആരുടെയെല്ലാം ഉള്ളിൽ മോഹമായി മാറുന്നുണ്ടോ? യേശു ആർക്കെല്ലാം ഒരു ഞരക്കമായി മാറുന്നുണ്ടോ? വിശുദ്ധി എന്ന് പറഞ്ഞാൽ കുറേ നല്ല പ്രവൃത്തികളിലേക്ക് എന്നെ നയിക്കണമെന്നല്ല, യേശുവെ നിന്നെ എനിക്ക് വേണം എന്നുള്ളതാണ് ആ വിശുദ്ധീകരണം. നീ മാത്രം മതി എന്ന് പറയുമ്പോൾ, അതാ ഈ പാട്ടൊക്കെ പാടുമ്പോൾ എൻ്റെ വിഷമം, നീ മാത്രം മതി എന്ന് കരയാതെ പറയാൻ പറ്റുമോ? പറ്റുകയല്ല പ്രിയ സഹോദരൻ. നമുക്ക് കർത്താവിൻ്റെ ഒരു പാട്ടും ആ ഉള്ളിൽ തട്ടിപ്പോയാൽ കരയാതെ പാടാൻ പറ്റില്ല. കാരണം നീ മാത്രം മതി എന്ന് പറയുമ്പോൾ അത് അങ്ങനെ തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് പശു എന്ന് പറയുമ്പോൾ പശു എന്നുള്ള പായും ഷൂവും പോരാ, അതിനപ്പുറത്തൊരു പശു വേണം. രക്ഷ എന്ന് പറയുമ്പോൾ രായും ക്ഷായും പോരാ, അപ്പുറത്ത് രക്ഷ എന്താണെന്ന് ഞാൻ അനുഭവിക്കണം, ഞാൻ അതിന് സ്തോത്രം പറയണം. അല്ലാതെ അക്ഷരങ്ങൾ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അപ്പൊ വിശുദ്ധീകരണത്തിന്റെ റെസ്റ്റ് എന്ന് പറയുന്നത് വളരെ വളരെ ഇടയ്ക്കിടയ്ക്ക് വരികയും ഇടയ്ക്കിടയ്ക്ക് പോവുകയൊക്കെ ചെയ്യുന്ന സാധനമാണ്. പക്ഷെ അത് ആത്മാവിൻ്റെ നിയന്ത്രണത്തിലേക്ക് നമ്മൾ വരുമ്പം ഒരു കണ്ടിന്യൂസ് റെസ്റ്റിലേക്ക് നമ്മൾ പ്രവേശിക്കും. ആ റെസ്റ്റാണ് വിശുദ്ധീകരണത്തിൻ്റെ അടിസ്ഥാനം. എബ്രായ ലേഖനത്തിൽ പറയുന്നത് ഈ വിശുദ്ധിയിലേക്ക് കിടക്കാനുള്ള ഇൻവിറ്റേഷൻ നിങ്ങൾക്ക് അന്ന് തൊട്ട് കിടക്കുകയാണ്. ഒരുത്തനും ചെന്ന് കയറുന്നില്ല, ഇതുവരെയുള്ളവരെല്ലാം പരാജയപ്പെട്ടു. വിശ്വസിക്കുന്നവരായ നിങ്ങൾക്കാണ് ആ വാഗ്ദത്തം ശേഷിച്ചിരിക്കുന്നത്. യേശുവിൻ്റെ പിതാവിൻ്റെ സ്വസ്ഥതയിലേക്ക് നമുക്ക് പ്രവേശിക്കാനുള്ള വാഗ്ദത്തം ഇന്നും ശേഷിച്ചിരിക്കുന്നു. നമുക്ക് കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ വിട്ടുകളഞ്ഞ വാക്യത്തിലേക്ക് മടങ്ങിച്ചെല്ലാം. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. ഈ വിധം പ്രത്യാശയുള്ളവരായി ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കും. ഞാൻ ആദ്യത്തെ ദിവസം നിങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, മറഞ്ഞിരുന്നൊരു നീതിയും പുറമെ വെളിപ്പെട്ട ബാഹ്യമായൊരു നീതി. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? 2 ബാസ്ക്കറ്റ്, അനുസരിക്കാവുന്ന ഒരു എക്സ്റ്റേണൽ ബാസ്ക്കറ്റും അനുസരിക്കാൻ പറ്റാത്ത ആന്തരികമായ ഒരു ഹിഡൻ ബാസ്ക്കറ്റ് ഓഫ് റൈച്ചസ്നസ്. 2. ഇനി വായിച്ചു, മുമ്പോട്ട് വായിച്ചു. നീങ്ങിപ്പോന്നതിന്റെ അന്തം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തന്റെ മുഖത്ത് മൂടുപടം ഇട്ടതുപോലെ അല്ല. അപ്പം എന്ത് സംഭവിച്ചു?
കർത്താവിൻ്റെ അടുത്ത് ഇരുന്നിട്ട് ന്യായപ്രമാണവുമായിട്ട് മോശ വരുമ്പോൾ മോശയുടെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു. ജനങ്ങൾക്കത് കണ്ടു നിൽക്കാൻ പറ്റിയില്ല. അപ്പോൾ മോശ എന്ത് ചെയ്തു? മുഖത്ത് മൂടുപടം ഇട്ടു. മുഖത്ത് മൂടുപടം ഇട്ടു. പിന്നെ മോശ മുഖം മാറ്റിയപ്പോൾ മൂടുപടം ഇട്ടുകൊണ്ടാണോ പിന്നെ മോശ മുഴുവൻ കാലത്ത് നടന്ന്? ആണോ? പിന്നെ സ്ഥിരമായിട്ട് മൂടുപടമായിരുന്നോ മോശയ്ക്ക്? അല്ല. പിന്നെ എങ്ങനെയാ അവർ ആ പ്രകാശത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്? ചിന്തിച്ചിട്ടുണ്ടോ? മോശ ഉൾപ്പെടെ ജനങ്ങൾ ഉൾപ്പെടെ സകലരും ആ പ്രകാശത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടെന്നറിയോ? അവരെ ഞെട്ടിപ്പിക്കുന്ന, തകർക്കുന്ന ആ പ്രകാശത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു? അടുത്ത വാക്യം, 14-ാം വാക്യം. എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. അങ്ങനെ അവർ രക്ഷപ്പെട്ടത്. അടുത്ത വാക്യം. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്ന് വരെ ഇരിക്കുന്നുള്ളൂ. എവിടെ മൂടുപടം കിടക്കുന്നത്? മൂടുപടം മാറ്റിയായിരുന്നോ? മോശ മൂടുപടം മാറ്റിയായിരുന്നോ? മോശ മാറ്റി, അല്ലെങ്കിൽ മോശയ്ക്ക് ജീവിക്കാൻ പറ്റുമോ? മോശ മാറ്റി. പക്ഷെ മോശ ആ മൂടുപടം മാറ്റിയപ്പോഴേക്കും എന്ത് സംഭവിച്ചെന്നറിയോ? അവിടെ നിന്നിരുന്ന സകല ജനങ്ങൾക്കും ഒരു മൂടുപടം വന്നു വീണു. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? സകല ജനങ്ങൾക്കും ഒരു മൂടുപടം വന്നു വീണു. അത് ഇപ്പോഴും പഴയ നിയമം വായിക്കുമ്പോൾ ആത്മാവിൽ വായിക്കാത്തവർക്ക് അതൊരു മൂടുപടമായിട്ട് തന്നെ ഇരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത വാക്യം നോക്കി. ആ മൂടുപടം എവിടെ വീണേക്കുന്നു നോക്കിയേ. അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു. എവിടെ കിടക്കുന്നേ? ഹൃദയത്തിന്മേൽ. ഈ ഹൃദയത്തിൽ മൂടുപടം വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നമില്ല. പഴയ നിയമത്തെ നോക്കാം, അതിൻ്റെ തേജസ് പിന്നെ കാണുന്നില്ല നമ്മൾ. കാരണം ആന്തരികമായി ഒന്നും വെളിപ്പെടുന്നില്ല, ഹൃദയത്തിലേക്കൊന്നും വരുന്നില്ല, എല്ലാം ബാഹ്യമായി. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ബാഹ്യമായത് എങ്ങനെയാണെന്നറിയോ? അകത്ത് മൂടുപടം ഇട്ടു. ഹൃദയത്തിന് മുകളിൽ ഒരു മൂടുപടം ഇട്ടിട്ട് വ്യഭിചാരം ചെയ്യരുത്, ഇല്ല ചെയ്യുന്നില്ല, ഹൃദയം കാണിക്കരുത് കേട്ടോ ആരെയും, മൂടുപടം. കൊലപാതകം ചെയ്യരുത്, ഇല്ല ഞാൻ ആരെയും കൊന്നിട്ടില്ല, വിദ്വേഷം ഹൃദയത്തിലുണ്ട്, പക്ഷെ മൂടുപടം ഇട്ടിരിക്കുക. ആന്തരികമായ പ്രമാണം അത് മൂടുപടത്തിനകത്താ. അങ്ങനെ രക്ഷപ്പെട്ടത്. പുറമേ ഉള്ളതെല്ലാം ചെയ്തു, പക്ഷെ ആന്തരികമായിട്ടൊരു മൂടുപടം വന്ന് വീണു. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പോൾ പഴയ നിയമം വായിക്കുമ്പോഴല്ല എന്താ സംഭവിക്കാൻ സാധ്യതയുള്ളത്, അതുപോലെ പുതിയ നിയമത്തിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു നീതി ചെയ്യുമ്പോൾ പറ്റുന്ന ബോക്സ് എടുത്ത് മാറ്റുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആന്തരികമായി ദൈവം നമ്മളോട് ആവശ്യപ്പെട്ട ഘനമേറിയതും മൂടിപ്പോകുന്നു. കാരണം അത് ഹൃദയത്തിൽ ഒരു മൂടുപടമായി ഈ ബാഹ്യമായ നീതി വന്ന് വീഴുന്നു. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? മനസ്സിലായില്ലെങ്കിൽ ഒന്ന് കൈവയ്ക്കും, ഒന്നുകൂടെ വിശദീകരിക്കുന്ന ഒരു കുഴപ്പമില്ല. അതായത് നമ്മൾ ചെയ്യാവുന്ന പ്രവൃത്തികൾ വെച്ചുള്ളൊരു നീതിയിലേക്ക് നീങ്ങുമ്പം എന്ത് സംഭവിക്കുന്നു? ആന്തരികമായ ഹൃദയം നോക്കിക്കൊണ്ട് പഴയ നിയമം നോക്കി വായിക്കാൻ പറ്റില്ല. ഉദാഹരണത്തിന് വ്യഭിചാരം ചെയ്താൽ നിന്നെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നാണ് നിയമം എന്ന് വെച്ചോ, അതാണല്ലോ നിയമം. യേശു വ്യാഖ്യാനിച്ച പോലെ സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കല്ലേറ് കൊണ്ട് ചാവേണ്ടി വന്നേനെ അന്നത്തെ കാലത്ത്. അതുകൊണ്ട് ഇത് വായിക്കുമ്പോൾ ആദ്യം എന്തു വേണം? ഹൃദയം ആരെയും കാണിക്കാതെ മൂടണം, മൂടിയിട്ട് വായിക്കാം, അപ്പോൾ കുഴപ്പമില്ല. പഴയ നിയമം മുഴുവൻ മൂടിയിട്ടാണ് ആൾക്കാർ വായിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് വായിക്കുമ്പോഴും ഹൃദയം തുറന്നു പോയാൽ ആൾ തട്ടിപ്പോവും അപ്പം തന്നെ. കാരണം അത്ര ഹോളിയാണ് ഈ നിയമം. പക്ഷെ അകത്ത് മൂടുപടം ഉള്ളതുകൊണ്ട് മാത്രമാണ് മനുഷ്യൻ പിടിച്ചു നിൽക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇനി അടുത്ത വാക്യം. കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. മൂടുപടം നീങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ പുറം മനുഷ്യൻ തകർന്നു പോകും. എങ്ങനെയാണെന്നറിയാം മൂടുപടം നീങ്ങുന്നത്? നമ്മുടെ പാപങ്ങൾ പറയാൻ നമുക്കൊരു നാണം ഇല്ലാതെ വിളിച്ചു പറയും. എന്നോട് ക്ഷമിക്കണേ കർത്താവേ എന്ന് പറഞ്ഞാൽ ഞാനൊരു പാപിയാണേ നല്ലറി വിളിക്കും. കാരണം ഈ മൂടുപടം അങ്ങ് നീങ്ങിക്കഴിഞ്ഞാൽ അകം എല്ലാം അഗ്ലി ആയിട്ടുള്ള ഞാനും കാണുന്നത്. ആ ഞാനെ എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഞാനാ. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് വരെ ഞാൻ മൂടുപടം ഇട്ട് നിയമം വായിച്ച പോലെ അല്ല. യേശുവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം കഴിഞ്ഞ് പോകുമ്പോഴേക്കും ഐ ബിക്കം വർത്ത്ലെസ് ഇൻ ഹിസ് സൈറ്റ്. ഞാൻ അലറി വിളിച്ച് കരയും, കർത്താവേ ഞാൻ അയോഗ്യനാണ്, കർത്താവേ എന്നെ നോക്കല്ലേ, കർത്താവേ ഞാൻ ഇവിടുന്ന് പോയി ഇല്ലാതെ ആകുന്നതിന് മുമ്പ് ഒന്ന് സന്തോഷിക്കേണ്ടതിന് നിന്റെ മുഖത്തെ എന്നിൽ നിന്ന് മാറ്റി പിടിക്കണമേ, ഐ എം സോ അഗ്ലി ആൻഡ് ഡർട്ടി എന്ന് നമ്മുടെ ഉള്ളിലേക്ക് വരും മൂടുപടം നീങ്ങി കഴിയുമ്പോൾ. ഞങ്ങളുടെ ചർച്ചിൽ അങ്ങനെ ഒരു സംഭവം നടന്നു 1-2 വർഷം മുമ്പ്. ഓഗസ്റ്റ് 15-ന് പിള്ളേരെല്ലാം കൂടെ ഇങ്ങനെ കൂടിയിരിക്കുന്ന സമയത്ത് ഞാനന്ന് കോട്ടയ്ക്കൽ PYPയുടെ ഒരു ക്യാമ്പിന് പോയേക്കാം. അപ്പോൾ രാവിലെ പിള്ളേരെല്ലാം കൂടി വന്നപ്പം ചുമ്മാ വന്ന് അവധിയായല്ലോ, അപ്പം പിള്ളേർക്ക് ചുമ്മാ എന്തെങ്കിലും പരസ്പരം സംസാരിക്കാനും അങ്ങനെയൊക്കെ. അപ്പം അവിടുത്തെ എൽഡർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എങ്ങനെ രക്ഷിക്കപ്പെട്ടെന്ന് പറയാൻ പറഞ്ഞു. പിള്ളേർ കുഞ്ഞു പിള്ളേരല്ല, കുറച്ച് മുതിർന്ന കോളേജ് ഗോയിങ് അല്ലെങ്കിൽ ഹൈസ്കൂൾ ഗോയിങ് പിള്ളേർ. ഇവർ പതുക്കെ എഴുന്നേറ്റ് നിന്ന് കൺഫേസ് ചെയ്യാൻ തുടങ്ങി. കൺട്രോൾ അങ്ങ് പോയി.
കൺട്രോൾ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചെയ്തതും ഹൃദയത്തിൽ വന്നതും എല്ലാം അലറി കരഞ്ഞ് ഏറ്റു പറയാൻ തുടങ്ങി. 1-2 പിള്ളേർ കരയാൻ തുടങ്ങിയപ്പോഴേക്കും എല്ലാവരും അങ്ങ് കരയാൻ തുടങ്ങി. അപ്പോൾ ഈ എൽഡർ പേടിച്ചു പോയി, വേറെ ആരും അവിടെ ഇല്ല. പുള്ളി എന്നിട്ട് ഇവരുടെ പേരൻസിനെ വിളിച്ചു. അവർ വന്നു കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചിൻ്റെ അപ്പൻ എന്നോട് പറയാ, ഇവള് എന്നോട് ഇത്രയും വിരോധം ഉണ്ടായിരുന്നു നേരിട്ട് പറഞ്ഞു. എൻ്റെ മനസ്സിൽ പോലും ചിന്തിച്ചില്ല ഇവളെ ഇത് വേറെ ആരോ അല്ലേ നിൽക്കുന്നതെന്ന് തോന്നിപ്പോയാൽ. മൂടുപടം വലിച്ചു കയറിയ പിന്നെ നമ്മൾ ആ ഒറിജിനൽ സാധനത്തെയാണ് കാണുന്നത്. സഹിക്കാൻ പറ്റാത്തൊരു നിലവിളി. ഇതാ ഉണർവിൻ്റെ ആരംഭം. പിറ്റേ ദിവസം പിള്ളേർ പഴയ പോലെ ആയി, നമ്മുടെ പിള്ളേർ. പക്ഷേ ഞങ്ങളെ ദൈവം കാണിച്ചു തന്നു, ആ മൂടുപടം നീങ്ങിയാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും. ആ മൂടുപടം നീങ്ങിയാൽ നമ്മളിലേക്ക് കർത്താവ് ഉണർവ് അയക്കണമെങ്കിൽ വി നീഡ് ടു ബി ബ്രോക്കൺ. വി നീഡ് ടു കം ഇൻ ടു ദ പ്രസൻസ് ഓഫ് ദാറ്റ് ഗ്ലോറിയസ് ഗോഡ്. അവൻ്റെ നിലനിൽക്കുന്ന എന്നേക്കുമുള്ള തേജസ്സിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഹൃദയം കീറിപ്പോകണം. ആ ഒരു റിപ്പൻറ്റൻസിലേക്ക് നമ്മൾ വരുമ്പോഴാണ് അവൻ്റെ മുമ്പിൽ നമ്മൾ വീഴുന്നത്, നിശബ്ദരായി പോകുന്നത്. ഒന്നും പറയാൻ പറ്റത്തില്ല. നത്തിങ് ക്യാൻ ബി സ്പോക്കൺ അറ്റ് ദാറ്റ് മൊമെന്റ്. നമുക്ക് ഒറ്റ കാര്യം അറിയുള്ളൂ, ഐ ഡീപ്ലി ബിക്കം അവെയർ ഓഫ് ദ ലോർഡ് ആൻഡ് ഐ ഡീപ്ലി ബിക്കം അവെയർ ഓഫ് മൈ സിൻഫുൾനെസ്. ആ ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെന്ന് പാപിയായ ഞാൻ നിൽക്കുന്ന ആ ഒരു സ്റ്റേജിൽ ഞാൻ നുറുക്കപ്പെടുന്നത് അങ്ങനെയാണ്. അടുത്ത വാക്യം. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. അതായത് ആത്മാവായ ദൈവത്തോട് എന്തും പറയാം. പക്ഷെ നമുക്കൊരു വേറൊരു പ്രശ്നമുണ്ട്. ഈ ദൈവത്തോട് എന്തും പറയാം അല്ലേ? ദൈവത്തോട് എന്തും പറയാം. മനുഷ്യനോട് പറയാനാണോ ദൈവത്തോട് പറയാനോ നമുക്ക് വിഷമം? ഞാൻ ഒരാളോട്ട് വഴക്കുണ്ടാക്കി അല്ലേ, വേണ്ട, വീട്ടിൽ ഭാര്യയും ഭർത്താവോട് വഴക്കുണ്ടാക്കി. ഭാര്യയോട് ചെന്ന് എന്നോട് ക്ഷമിക്കണം, സോറി എന്ന് പറയാനാണോ എളുപ്പം, അതോ ദൈവത്തോട് പറയാനാണോ എളുപ്പം? സത്യം പറഞ്ഞ ആരോട് പറയേണ്ടതാണ് പാടാകേണ്ടത്? ദൈവത്തോട് പറയാം. മനുഷ്യർ നമ്മളെപ്പോലെയുള്ള ബലഹീനരല്ലേ, അവരോട് പറയാൻ നമ്മൾ എന്തിനാ എത്ര പേടിക്കുന്നേ? ദൈവത്തോട് പറയാൻ എന്ത് ഈസിയാ. നിങ്ങളും ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ആ ദൈവത്തോട് പറച്ചിലൊന്നും റിയൽ അല്ല. മനസ്സിലാവുന്നുണ്ടോ? മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾക്ക് കൺഫസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ദൈവത്തിന് മുമ്പിൽ നിങ്ങൾ കൺഫസ് ചെയ്തോട്ടൊന്നുമില്ല, നിങ്ങളുടെ ഒരു വേഷം കെട്ടിയതേ ഉള്ളൂ. കാരണം ദൈവം ആരാന്ന് മനസ്സിലാകാതെ ഉള്ളൊരു വേഷം കെട്ടൽ. അവന് പാപത്തോടുള്ള അവൻ്റെ മനോഭാവം എന്താ, ഞാൻ അവൻ്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ ഞാൻ എന്തോരം ഉണ്ടെന്ന് തിരിച്ചറിയാതെയുള്ള ഒരു വേഷം കെട്ടൽ മാത്രമാണ് ഈ ഏറ്റുപറച്ചിലുകൾ. നിങ്ങൾ ശരിക്കും നുറുങ്ങിയിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ്റെ മുമ്പിൽ പോയി മുട്ടുകുത്താൻ തയ്യാറാവും. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് ദൈവത്തിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ മനസ്സിലാവും, ഈ മനുഷ്യൻ എന്നോട് ക്ഷമിച്ചാലും പാപത്തെ സഹിക്കാൻ പറ്റാത്ത ഒരു ദൈവം എന്നോട് ക്ഷമിക്കുന്നതാണ് വലിയ കാര്യം എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ദൈവം എത്ര വലിയവനാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അവൻ ആത്മാവാണ്. അതുകൊണ്ട് എന്താണെന്നറിയാം, അവൻ അകം പുറം എല്ലാം അറിയാം. നമ്മൾ ആദ്യത്തെ ഒരു ദിവസം പറഞ്ഞ പോലെ അവൻ്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. അവൻ ഇതെല്ലാം കാണുന്നുണ്ടെന്നും എനിക്കറിയാം. പക്ഷെ അവൻ മിണ്ടാതിരിക്കുന്നതുകൊണ്ട് ഞാൻ സമാധാനമായിട്ടിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? കേട്ടോ, എൻ്റെ ഹൃദയം മുഴുവൻ മോശമാണെന്ന് എനിക്കറിയാം, ദൈവത്തിനും അതറിയാം. അവൻ്റെ മുമ്പിൽ ഒന്നും മറിഞ്ഞിരിക്കുന്നില്ല, പക്ഷെ അവനൊന്നും മിണ്ടാതിരിക്കുന്നതുകൊണ്ട് ഞാനും മിണ്ടാതെ ഇരിക്കുന്നു. പക്ഷെ അവൻ്റെ ഒരു പ്രസൻസിലേക്ക് ആത്മാവെന്നെ നടത്തുമ്പം ഇത് ഉരുകി മൂടുപടം അങ്ങ് ഇല്ലാതായിപ്പോവും. മൂടുപടം ഹൃദയത്തിൽ ഇല്ലാതാകുമ്പോഴാണ് വിശുദ്ധീകരണം സംഭവിക്കുന്നത്. അടുത്ത വാക്യം നോക്കിയേ. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത്, അതെന്താ? ഹൃദയത്തിൽ നിന്നായിരുന്നല്ലോ നേരത്തെ കിടന്നത്. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നേ? മുഖത്ത്. സത്യത്തിൽ എവിടാ മൂടുപടം കിടക്കുന്നേ? മുഖത്തല്ല, ഹൃദയത്തിലാ. ഇവിടെ ശരിക്കും പറഞ്ഞിരിക്കുന്നത്, ആരുടെ ഹൃദയത്തിൽ നിന്നാണോ മൂടുപടം നീങ്ങിയത് അവരുടെ മുഖത്ത് എന്ത് സംഭവിക്കുന്നറിയോ? കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ. ഞങ്ങൾ ചെറുപ്പത്തിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് ചോറ്റുപാത്രം വെച്ചിങ്ങനെ ലൈറ്റ് അടിപ്പിക്കുമായിരുന്നു. മനസ്സിലായോ? കണ്ണാടി വെച്ച് അടിപ്പിക്കുന്നതാണോ ഈ ചോറുപാത്രം വെച്ച് അടിപ്പിക്കുന്നതാണോ പവർഫുൾ? കണ്ണാടി വെച്ചാൽ ഒരു ഇമേജ് നമുക്ക് എവിടെ വേണമെങ്കിലും കാണാം. ഈ തറയെ നോക്കിയാലും നമ്മുടെ ചെറിയ ഇമേജ് കാണാം അല്ലേ? പക്ഷെ കണ്ണാടി നോക്കുമ്പം ഒരു സംശയമില്ലാതെ എന്താണ്. നിങ്ങൾ ഈ തറയിലേക്ക് നോക്കിയാൽ ഞാൻ എൻ്റെ നിഴൽ കാണുന്നുണ്ട്, പക്ഷെ ഇത് ഞാനാണെന്ന് മനസ്സിലാവില്ല. മനസ്സിലാവോ? എന്നാൽ കണ്ണാടി നോക്കിയാലോ എക്സാക്ട്ലി ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ എന്നെ കാണാൻ പറ്റും. അതുപോലെ യേശു കണ്ണാടിയിൽ നോക്കിയാൽ എങ്ങനെ ഇരിക്കുമോ അതായിരിക്കും ഞാൻ. എങ്ങനെയാണെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ നിന്ന് മൂടുപടം മാറിക്കഴിഞ്ഞാൽ ആ ഹൃദയത്തിലേക്ക് വരുന്ന ദൈവിക പ്രകാശം, ദൈവത്തിൻ്റെ വിശുദ്ധീകരണം, അവൻ്റെ ക്യാരക്ടർ, അവനോടുള്ള എൻ്റെ ആ സ്നേഹം, അതെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അതെൻ്റെ മുഖത്ത് അവൻ്റെ തേജസ്സിനെ പ്രതിഫലിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് മാറും. അത് ഓരോ ഡിഗ്രി കൂടി നമ്മുടെ മുഖം അന്ത്യകാലത്ത് തേജസ്കരിക്കപ്പെടുമ്പോൾ യേശു എന്തുമാത്രം നമ്മുടെ ഹൃദയത്തിൽ ജീവിച്ചോ അത്രയും തേജസ്സായിട്ടത് രൂപാന്തരപ്പെടും. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? അപ്പം എങ്ങനെ അവിടെ പറഞ്ഞിരിക്കുന്നത്? എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അപ്പം നമ്മളെ വിളിച്ച വിളി തേജസ്സിലേക്കുള്ള വിളിയാണ്. അതുപോലെ തന്നെ അത് വിശുദ്ധീകരണത്തിലേക്കും യേശുവിൻ്റെ സ്വഭാവത്തിലേക്കുമുള്ള വിളിയാണ്. ഓക്കെ, അപ്പോൾ ശരിക്കും നമ്മൾ തകർക്കപ്പെടണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് പുറമേയുള്ള നീതിയാലല്ല, അകമേയുള്ള നീതിയാൽ നമ്മളെ കാണുകയും മൂടുപടമില്ലാത്ത ഹൃദയത്തിൽ എൻ്റെ ഹൃദയത്തിലൂടെ പോയ ഓരോ പാപങ്ങളെയും ഓർത്ത് കരഞ്ഞ് നിലവിളിച്ചുള്ളൊരു അനുതാപം നമുക്കുണ്ടാകാതെ നമുക്ക് വിശുദ്ധീകരണത്തിൽ ആ നിശബ്ദതയിലേക്ക് എത്താൻ കഴിയത്തില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത്? ഓക്കെ, നാലാമത്തെ വാക്യം നോക്കി, 4-ാമത്തെ അധ്യായത്തിന്റെ 1-ാം വാക്യം. അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാക്കിയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും. ഹൃദയത്തിലെ മൂടുപടം പോയാൽ പിന്നെ ഉപായങ്ങളില്ല, ടെക്നിക്കുകളില്ല. ഓ ബ്രദറെ, എത്ര നാളായി കണ്ടിട്ട് ബ്രദറെ, ആ ടെക്നിക്കില്ല. കാരണം മൂടുപടം ഇല്ലാതെ പോയാൽ നോ ടെക്നിക്ക്. ഹോളിനെസ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട എലമെൻ്റ് എന്ന് പറയുന്നത് ടെക്നിക്കുകളെല്ലാം നശിച്ചു പോകുന്നുള്ള ഉപായ പ്രയോഗങ്ങൾ ഇല്ലാതായി പോകും. ഞാൻ ഞങ്ങളുടെ ചർച്ചിൽ ഒരു സൈക്കാട്രിസ്റ്റ് ഉണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു അന്യഭാഷയൊക്കെ പറയുന്ന ഒരു സഹോദരി മാനസിക രോഗം ഉണ്ടായി ചെറുതായിട്ട്. പുള്ളിക്കാരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞപ്പോൾ വാ തുറന്നാൽ ഭയങ്കര തെറിയാണ് പറയുന്നത്. എന്നോട് ചോദിച്ചു, എന്താ പാസ്റ്ററെ ഇങ്ങനെ സംഭവിച്ചത്? ഞാൻ പറഞ്ഞു, എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു സഹോദരനെ കാണുന്നു, പ്രൈസ് ദി ലോർഡ് ബ്രദറേ എന്ന് പറയുന്നു, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിലാവാൻ എന്തിനാ കയറി വന്നെന്നൊരു ചിന്ത ഉണ്ട്. പക്ഷെ നമുക്ക് ബുദ്ധിയുള്ളിടത്തോളം കാലം ഈ ആവരണം നമ്മൾ സൂക്ഷിക്കും ഹൃദയത്തിലെ. മനസ്സിലാകുന്നുണ്ടോ? പക്ഷേ ഈ ബുദ്ധി പോകുമ്പോൾ, ബുദ്ധി കൊണ്ടാണ് ആവരണം ഇടുന്നത്. ബുദ്ധി പോയി കഴിയുമ്പോൾ ഈ ആവരണം അങ്ങ് പോകും. അപ്പോൾ വായിലുള്ളതെല്ലാം വെളി വരും. മനസ്സിലാകുന്നുണ്ടോ? അതാണ് മാനസിക രോഗം വരുമ്പോൾ സംഭവിക്കുന്നത്. ഇത് തന്നെയാണ് ഈ പ്രായമാകുമ്പോൾ അപ്പൂപ്പന്മാർക്കൊക്കെ സംഭവിക്കുന്നത്. ഞങ്ങൾക്കൊരു വല്യമ്മ ഉണ്ടായിരുന്നു, എൻ്റെ സ്വന്തം വല്യമ്മ. അപ്പോൾ കുഴപ്പമില്ല, ഇപ്പം ജീവനോടില്ല താനും, അപ്പം കുറ്റം പറഞ്ഞ ഒരു കുഴപ്പമില്ല. പുള്ളിക്കാരി ആരെങ്കിലും വീട്ടിൽ വരുമ്പം പിള്ളേരോട് ചോദിക്കും, ആരുടാ വന്നേക്കുന്നത് എന്ന് പറയും, ഇയാളാ. അയാളെ കാണുമ്പം കൈ കെട്ടിപ്പിടിച്ചിട്ട് പറയും, മോനെ ഇത്ര നാളായിടാ നിന്നെ കണ്ടിട്ട് എന്ന് പറഞ്ഞാൽ കരയും കേട്ടോ, ശരിക്കും വിതുമ്പും. കുറേ കഴിഞ്ഞപ്പോൾ ആ ബുദ്ധി അങ്ങ് പോയി, ഈ വിതുമാനുള്ള ബുദ്ധി അതങ്ങ് പോയി. നല്ല പ്രായമായി. അപ്പം ആരെങ്കിലും വീട്ടിൽ വരുമ്പം പിള്ളേർ ചോദിക്കും, ആരുടാ വന്നേക്കുന്നത്? അവനാ, അയാൾ തന്നെ. അവൻ പണ്ടേ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നൊരു സ്വഭാവം, ഒരു നാണം ഇല്ലാതെ ഇങ്ങനെ നടന്നോളും. പണ്ട് എങ്ങനെ പറഞ്ഞതാ, അങ്ങനെ പറയാനുള്ള ബുദ്ധി ഇപ്പം ഇല്ല. കാരണം അതങ്ങ് എന്തായാലും ഒരു ദിവസം നമ്മുടെ മൂടുപടം കീറിപ്പോവും, നമ്മൾ എത്ര വെച്ചാലും. പക്ഷെ അത് കർത്താവാകുന്ന ആത്മാവിൻ്റെ മുമ്പിലാണെങ്കിൽ അത് തേജസ്കരണത്തിനായിട്ട് മാറും. അല്ലാതെ ന്യായവിധി ദിവസമാണ് ഇത് കീറിപ്പോകുന്നതെങ്കിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന് മുമ്പിലല്ലാതെ മനുഷ്യരുടെ മുമ്പിൽ ഇത് കീറിപ്പോയാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. അതുകൊണ്ടാണ് പറയുന്നത്, അവൻ്റെ അടുത്ത് ചെന്ന് പ്രകാശം പ്രാപിക്കാതെ അവൻ്റെ വിശുദ്ധീകരണത്തിലേക്ക് നടക്കാനേ കഴിയത്തില്ല. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത്, ഈ കുറേ പേര് നരകത്തിൽ പോകുമ്പോൾ അവർ കരഞ്ഞ് നിലവിളിച്ച്, അയ്യോ കഷ്ടമായിപ്പോയി കർത്താവേ, അനുസരിക്കേണ്ടതായിരുന്നേ, ഞങ്ങൾ തെറ്റിപ്പോയേന്ന് പറഞ്ഞ് പോകുന്ന അല്ല. അങ്ങനെ പോയാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ആരെങ്കിലും മാനസാന്തരപ്പെട്ട് നരകത്തിലോട്ട് പോകുന്നു? ഇല്ല. അവരവിടെ ആ മുഖംമൂടി അങ്ങ് കീറിക്കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ള വൈരാഗ്യം, വെറുപ്പ്, ചീത്തകൾ എല്ലാം പറഞ്ഞുകൊണ്ട് അവർ നരകത്തിലോട്ട് പോകുന്നത്. കാരണം അത് അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചു, ഈ അമ്മച്ചിമാരൊക്കെ പല്ലൊക്കെ പോയ അമ്മച്ചിമാരെങ്ങനെ പല്ല് കടിക്കും? അപ്പോൾ ഞാൻ പറഞ്ഞു, അത് കടിക്കണമെങ്കിൽ അതിനുള്ള പല്ല് കൊടുക്കാനും ദൈവത്തിന്, എത്ര കടിച്ചാലും മുറിയാത്ത പല്ല്. കാരണം ദേഷ്യവും പകയും വൈരാഗ്യവുമായിട്ട് നമ്മുടെ റിയൽ അകത്തിരിക്കുന്ന സാധനം ഒരു ദിവസം വെളി വരും. പക്ഷെ നമ്മൾ എങ്ങനെ ശുദ്ധീകരിക്കപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആത്മാവാകുന്ന ദൈവത്തിന് മുമ്പിലേക്ക് ചെന്ന് ഇന്ന് നമ്മളത് പൊളിച്ചാൽ, നമ്മുടെ ഹൃദയം തകർന്നാൽ. അതുകൊണ്ടാണ് റെസ്റ്റിനെ കുറിച്ച് പറയുന്നത്, ഈ വചനം ഇന്ന് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനപ്പെടരുത്. കഠിനപ്പെടാതിരുന്നാൽ നിങ്ങൾക്ക് ആ റെസ്റ്റിലേക്ക് പ്രവേശിക്കാം. ആത്മാവാകുന്ന ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അവനാൽ നുറുക്കപ്പെടുമ്പം നമ്മുടെ ഹൃദയം സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഹൃദയം ഉണ്ടാകുമ്പോഴാണ് അവൻ്റെ സന്നിധിയിൽ നമുക്ക് ലജ്ജയില്ലാതെ ആകുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഉപായം ത്യജിച്ച്. ഓക്കെ,
അപ്പോൾ ഇങ്ങനെ ഒരു വിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മൾ ആ പ്രാർത്ഥനയോട്ട് മടങ്ങി എഫേസ്യ ലേഖനം 3:16 നമ്മൾ വായിച്ചല്ലോ, 16. അത് വായിച്ച് നമുക്ക് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുക. എങ്ങും എത്തിയിട്ടില്ല, നമുക്ക് നാളെയും തുടരാം. 3 അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തോണം. ഇവിടെ ഈ മഹത്വം എന്നുള്ള വാക്ക് ഒന്ന് ശ്രദ്ധിക്കണേ. ആന്തരിക മനുഷ്യന്റെ മഹത്വം അല്ല, വെളിയിലുള്ള മനുഷ്യന്റെ മഹത്വം. ആന്തരിക മനുഷ്യന്റെ മഹത്വം എന്താ നിങ്ങൾക്ക് അറിയണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 17:22 വായിച്ചാൽ മതി. അത് പിന്നെ വായിക്കാം. നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന്, പുറത്തെ മനുഷ്യൻ ശക്തനാകാൻ കോംപ്ലാനും ഹോർലിക്സോ കുടിച്ചാൽ മതി. പക്ഷെ അകത്തെ മനുഷ്യൻ ശക്തനാകണമെങ്കിൽ ആത്മാവ് തന്നെ വിചാരിക്കണം. ആത്മാവിനാലുള്ള ജീവനാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അടുത്തത് 17. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും. ഇതാണ് വിശുദ്ധീകരണത്തിന്റെ പ്രാക്ടിക്കൽ സൈഡ്. ഈ 2 കാര്യങ്ങൾ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇൻ ക്രൈസ്റ്റ്, ഓർമ്മയുണ്ടോ? ഇൻ ക്രൈസ്റ്റ്, നമ്മൾ ക്രിസ്തുവിലാണ്. അതുകൊണ്ടാണ് നമ്മൾ പൊസിഷണലി സാങ്ക്ടിഫൈഡ്. അതായത് നമ്മളെ കർത്താവ് നോക്കുമ്പോൾ നമ്മൾ ഇൻ ക്രൈസ്റ്റ്, വിശുദ്ധന്മാരെ, ക്രിസ്തുവിലുള്ള വിശുദ്ധരായവർ. സമ്മതിച്ചല്ലോ? ഇനി അത് പ്രായോഗിക തലത്തിലേക്ക് വരുന്ന എങ്ങനെയാണെന്നറിയോ? അതാ 17 വാക്യം. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ. നേരത്തെ എങ്ങനെയായിരുന്നു? നാം ക്രിസ്തുവിൽ. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളവരാണ്. എന്നാൽ ഈ ഓട്ടം ഓടുന്നവരെ കുറിച്ച് മാത്രം കേട്ടോ. എന്നാൽ ഇവിടെ പറയുന്നത് നാം ക്രിസ്തുവിൽ എന്നല്ല, ക്രിസ്തു നമ്മിൽ. വ്യത്യാസം മനസ്സിലായോ? ക്രിസ്തു നമ്മളിൽ. അപ്പൊ ഞാൻ ക്രിസ്തുവിലാകുന്ന എന്താണെന്നറിയോ? സമയം ഉണ്ടാകുന്നതിന് മുമ്പ്. ഓർമ്മയുണ്ടോ? ആകാശവും ഭൂമിയും ഉണ്ടാകുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പിനാൽ ഞാൻ ക്രിസ്തുവിലായതാ. എന്നാൽ ക്രിസ്തു എന്നിൽ വരുന്നതിന് ഒരു സമയമുണ്ട്. ഞാൻ അവനെ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ, വിശ്വാസത്താൽ സ്വീകരിക്കുമ്പോൾ, ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത് എന്ന് ഞാൻ പ്രഖ്യാപിക്കുമ്പോൾ, അത് ജസ്റ്റ് വാക്കുകളല്ല, അത് ഞാൻ തകർക്കപ്പെട്ട ഒരുത്തൻ്റെ ആത്മാവിൽ നിന്ന് വരുന്ന ഒരു നിലവിളിയായി മാറുമ്പോൾ യേശു ക്രിസ്തു അവൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നു. ഹൃദയത്തിൽ വസിക്കുന്നതും വന്നു പോകുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതായത് ഇപ്പം ഞാൻ പല വീടുകളിലും വിസിറ്റ് ചെയ്തു, ആഹാരം കഴിച്ചു. പക്ഷെ അവിടെ എല്ലാം ഈ ഡൈനിങ് റൂമിൽ അല്ല കൈ കഴുകാൻ വേണ്ടി ബാത്റൂമിലുള്ള വേറെ ഒരിടത്തും ഞാൻ പോയിട്ടില്ല. കാരണം അത്രേ പറ്റുള്ളൂ. പക്ഷെ ഞാനവിടെ വസിക്കുവാണെങ്കിൽ എല്ലാ റൂമിലും ഞാൻ കയറേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുമ്പോൾ ഉള്ള പ്രത്യേകത, നമ്മൾ സാധാരണ 24 കമ്പാർട്ട്മെൻ്റ് ഉള്ള റൂമിലാണ്, നമ്മൾ ഒരു ട്രെയിനിലാണ് നമ്മൾ എല്ലാ ദിവസവും രാവിലെ കയറുന്നത് അല്ലേ? 24 കമ്പാർട്ട്മെൻ്റ് എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ. രാവിലെ 5 മണിക്ക് തുടങ്ങി അവസാനത്തെ കുറേ കമ്പാർട്ട്മെൻറ്റുകൾ ഉറക്കമാണ്. അത് വിട്ടേക്കാം. ഒരു ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് ഒരു 18 മണിക്കൂറും 19 മണിക്കൂറും പണിയാണ്, ബാക്കി ഒരു 3-4 മണിക്കൂർ ഉറക്കം വിചാരിച്ചു. ഈ 19 മണിക്കൂറിൽ യേശു ആകെ രാവിലെ 5:30 മുതൽ 6:30 വരെയുള്ള ആ ഒരു കമ്പാർട്ട്മെൻറ്റ് മാത്രമേ ഉള്ളൂ. രാവിലെ എഴുന്നേറ്റു, കർത്താവെ ഞാനിവിടെ ഉണ്ട് കേട്ടോ, പ്രാർത്ഥിച്ചു, ബൈബിൾ വായിച്ചു, ഇറങ്ങി. പിന്നെ വൈകിട്ട് കിടക്കാൻ നേരത്തുള്ളൊരു കമ്പാർട്ട്മെൻറ്റ് സമയം കിട്ടിയാൽ, ക്ഷീണമൊന്നും ഇല്ലെങ്കിൽ, അല്ലെ കുടുംബ പ്രാർത്ഥന ഉള്ള വീട്ടിൽ എല്ലായിടത്തും ഉണ്ടെന്ന് വിചാരിക്കുകയല്ലേ, ആ ഒരു അരമണിക്കൂർ ഒരു കമ്പാർട്ട്മെൻറ്റും കൂടെ കിട്ടി. 2 കമ്പാർട്ട്മെൻറ്റിലേ കർത്താവുള്ളൂ. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ വിട്ടുപോയി, ലേറ്റായി. എഴുന്നേറ്റപ്പോൾ ലേറ്റായി ഓഫീസിൽ പോകണം. നമ്മൾ പെട്ടെന്ന് പ്രാർത്ഥിക്കും. എങ്ങനെ തരും? കർത്താവെ സ്തോത്രം, എഴുന്നേക്കാൻ ദൈവമേ ക്ഷമിക്കണേ, ബൈബിൾ വായിക്കണമല്ലോ, ബൈബിൾ വായിച്ചു, സമാധാനം. അന്നത്തെ കമ്പാർട്ട്മെൻറ്റിലെ ക്ലോസ് ആയി. ദൈവം വസിക്കുന്നില്ല, നമ്മൾ ബാഹ്യമായത് എന്തോ ചെയ്ത് സമാധാനമായി. കാരണം അന്ന് ഇനി വണ്ടി തട്ടില്ല, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ഇത് രണ്ടും പൂർത്തിയായല്ലോ. ഇത് വിശുദ്ധിയിലേക്ക് പ്രവേശിക്കാത്ത ആൾക്കാരുടെ സാമാന്യ ആദമിക മതമാണ്. ആദമിക മതം. ഇത് പൊളിഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. എല്ലാ കമ്പാർട്ട്മെൻറ്റിലും യേശു വരാൻ വേണ്ടി നമ്മൾ നിലവിളിച്ചുകൊണ്ടിരിക്കും. ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ നേരത്തെ കർത്താവേ നീ ഇല്ലാതെ വേണ്ട, നീ ചെയ്യുന്നത് മതി. ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ആ കമ്പാർട്ട്മെൻറ്റിലും ജോലി ചെയ്യുന്ന കമ്പാർട്ട്മെൻറ്റിലും എല്ലായിടത്തും കർത്താവേ നീ ഇല്ലെങ്കിൽ ഞാൻ ഒന്നുമില്ല നിലവിളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നിലവിളിക്കുന്നതാണ് ഈ ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ വസിക്കുന്നത്, ഇൻഹാബിറ്റ് ചെയ്യുന്നത്. എൻ്റെ എല്ലാ കമ്പാർട്ട്മെൻറ്റിലും കർത്താവ് ഇല്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന നിലവിളി ആ വിശ്വാസത്തിൽ നിന്ന് വരുന്ന നിലവിളിയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ യേശു നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോഴാണ് ആ ക്യാരക്ടറും ആ വിശുദ്ധീകരണവും നമുക്ക് സംഭവിക്കുന്നത്. അടുത്ത വാക്യം, ക്രിസ്തു വിശ്വാസത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി. അടുത്ത വാക്യം, വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കേണ്ടതിന്. ഇതാണ് ഈ വിശുദ്ധി എന്ന് പറയുന്നത്. ഇറ്റ്സ് സംതിങ് ദാറ്റ് ഇസ് ഷെയർഡ്. സത്യം പറഞ്ഞാൽ വിശുദ്ധന്മാർ ഏറ്റവും പ്രധാനം. ആരാ വിശുദ്ധന്മാരെന്നറിയോ? നമ്മുടെ കൂടെ അപ്പുറത്തിരിക്കുന്ന ആൾക്കാരാണ് വിശുദ്ധന്മാർ. സഭയിൽ കൂടി വരുന്ന, കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട. പക്ഷെ ഇവരുടെ എല്ലാ സ്വഭാവം ശരിയാവണമെന്നില്ല. കേൾക്കുന്നുണ്ടോ? ഒരിക്കൽ കൂടെ പലതരത്തിലുള്ള വിശുദ്ധന്മാർ നമ്മുടെ ഇടയിലുണ്ട്. അപ്പം ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇവനെയൊക്കെ കർത്താവ് എങ്ങനെയാണ് വിശുദ്ധനാക്കി ഇടുന്നത് തിരുത്തിക്കുന്നത്.
അപ്പോൾ കർത്താവ് പറയും, നിനക്ക് അറിയണോ? ആ, അറിയണം. നീ എങ്ങനെ അവനെ സ്നേഹിച്ചത്? അന്നേരം പറയും, നീ അവനെ സ്നേഹിക്കുമ്പോൾ മനസ്സിലാവും. അവനെ സ്നേഹിക്കാൻ എനിക്ക് പറ്റില്ല. എൻ്റെ സ്നേഹം അറിയണമെങ്കിൽ അതേ ഉള്ളൂ വഴി. അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നേ, ഇവിടെ തന്നെ വീതിയും നീളവും ഉയരവും ആഴവും. അപ്പം ചില വിശുദ്ധന്മാരെ സ്നേഹിക്കുമ്പോഴാണ് നമുക്ക് ഈ വീതിയിൽ എന്തോരം പോയി എന്ന് മനസ്സിലാകുന്നത്. വേറെ ചില വിശുദ്ധന്മാരെ സ്നേഹിക്കുമ്പോഴാണ് നീളം എന്തോരം ഉണ്ടെന്ന് അറിയുന്നത്. വേറെ ചില വിശുദ്ധന്മാരെ സ്നേഹിക്കുമ്പോഴാണ് എന്ത് ഉയരത്തിലാണ് കർത്താവ് സ്നേഹിച്ചതെന്ന് മനസ്സിലാകുന്നത്. അവസാനം എന്നെ സ്നേഹിച്ചല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് എന്തോ ഒരു ആഴമായിരുന്നു ഇതിന്. ഇതെല്ലാം തിരിച്ചറിയുന്ന വിശുദ്ധന്മാർ ചുറ്റും ഉണ്ടെങ്കിലേ ഉള്ളൂ. അപ്പം ചില വിശുദ്ധന്മാർ നമുക്ക് ഉപദ്രവകാരികളാണെന്ന് തോന്നുന്നവർ എന്തിനാ ദൈവം വിട്ടേക്കെന്നറിയോ? ആ യൂദാസിനെ കൂടെ സ്നേഹിച്ച് യേശു തന്നെയാണ് എന്നിൽ ജീവിക്കുന്നതെന്നും അവൻ്റെ സ്നേഹമാണ് എൻ്റെ അടിസ്ഥാനമൊന്നും എനിക്ക് മനസ്സിലാകാൻ വേണ്ടിയും ഞാൻ നന്നാകാൻ വേണ്ടിയോ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം എല്ലാ ഗുണമില്ലാത്തവർക്ക് വേണ്ടി ഒന്ന് സ്തോത്രം ചെയ്തേരെ, അവരെ നന്നാക്കാൻ ദൈവത്തിന് പറ്റും. ഒന്നുമില്ലെങ്കിൽ അവരെ വെച്ച് നമ്മളെങ്കിലും നന്നാക്കും. കാരണം നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും നമ്മുടെ വിശുദ്ധീകരണം നോക്കിക്കേ. ഞാൻ വിശുദ്ധനായിരിക്കണം, അവൻ എന്നെ തല്ലുക, ഞാൻ വിശുദ്ധനാണ്, എന്ത് ചെയ്യണം? ഞാൻ യേശു എൻ്റെ ഉള്ളിൽ വസിക്കണം. അവനെ തിരിച്ചു തല്ലിയാൽ അവൻ നന്നാവുമായിരിക്കും, പക്ഷെ ഞാൻ പോക്കാവും. ഒരു ദിവസം ഒരു പാസ്റ്ററും ഒരു വിശ്വാസികളുടെ വഴക്കുണ്ടാക്കി ഒരു ലോക്കൽ സഭയിൽ. ഞാൻ അവിടെ ചെന്ന് പാസ്റ്ററോട് ചോദിച്ചു, ആരുടെ കുഴപ്പമാണ്? എന്തായിരിക്കും പറയുന്നത്? പാസ്റ്റർ എന്തായിരിക്കും പറയുന്നത്? പാസ്റ്റർ കുഴപ്പം അല്ല, വിശ്വാസിയുടെ കുഴപ്പം. ഞാൻ പറഞ്ഞു, അപ്പോൾ വളരെ സംഗതി സിമ്പിളായല്ലോ, അങ്ങ് ക്ഷമിച്ചാൽ പോരെ, തീർന്നില്ല പ്രശ്നം. മനസ്സിലാകുന്നുണ്ട്? അപ്പം പാസ്റ്റർ നന്നാവാലോ, കാരണം എന്ത് ചെയ്താൽ മതി? അപ്പം പുള്ളി ചോദിക്കും, അപ്പോൾ അയാൾ നന്നാവണ്ടേ? ഞാൻ പറഞ്ഞു, അയാൾ നന്നാക്കാൻ നമുക്ക് അയാളുടെ അടുത്ത് പോവാം, ആദ്യം ഇങ്ങ് ക്ഷമിച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങ് നന്നാവുമല്ലോ. പുള്ളി പറയാം, ഈ ക്ഷമ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ട, കാരണം കർത്താവ് എപ്പോഴും നമുക്ക് പകരക്കാരനാവാൻ തയ്യാറാണ് ഏത് സമയത്തും. ഞാൻ പറയാം, കർത്താവ് എന്നെ കൊണ്ട് വയ്യ, ഈ കമ്പാർട്ട്മെൻറ്റ് നീ ചെയ്തോ, എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ലേ, എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, ഓക്കെ. ഇതാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. അവിടെ കർത്താവ് നമുക്ക് പകരം വസിക്കുമ്പം എന്ത് സംഭവിക്കും? ഈ വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിലേക്ക് പതുക്കെ ഇറങ്ങി വരും. നമ്മുടെ പ്രാണനും നമ്മുടെ ചിന്തകളും നമ്മുടെ വിചാരങ്ങളുമെല്ലാം യേശുവെന്ന ഏക മണവാളനോട് ഏകാഗ്രതയുള്ളതായി മാറാൻ അവൻ ഓരോ നിമിഷവും അവനെ നമ്മുടെ മണവാളനായി, ആത്മമണവാളനായി നമ്മൾ അനുഭവിച്ചെങ്കിലേ അത് സാധിക്കുള്ളൂ. അതിന് വലിയ ബ്രോക്കൺനെസ് ആവശ്യമാണ്. നമ്മൾ ഇന്ന് തൊട്ട് അങ്ങനെ അനുഭവിക്കാൻ നിങ്ങൾ വിചാരിക്കരുത്. ദാറ്റ് വിൽ ബി എ ലൈ ഓഫ് ദ ഡെവിൾ. പ്രിയ സഹോദരങ്ങളെ, ജീവിതകാലത്തെ ഒരു യാത്രയാണ് ഈ വിശുദ്ധീകരണത്തിൻ്റെ യാത്ര. ദാറ്റ് എൻഡ്സ് ഓൺലി വെൻ യു ഡൈ. അതുവരെ നമ്മുടെ പഴയ മനുഷ്യനെ പിടിച്ചടക്കി യുദ്ധം ചെയ്ത് നമ്മൾ ഓടേണ്ട ഒരു ഓട്ടമുണ്ട്. ആ വിശുദ്ധീകരണത്തിൻ്റെ ഓട്ടത്തിന് വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. സ്വർഗം പോലും അതിൻ്റെ ഒരു ഫലം മാത്രമാണ്. ശരിക്കും ദൈവത്തിൻ്റെ എസെൻഷ്യൽ നേച്ചർ എന്ന് പറയുന്നത് ഗോഡ് ഈസ് ലവ് എന്ന് നമ്മൾ പറയുമെങ്കിലും ശരിക്കും വേദപുസ്തകം വെളിപ്പെടുത്തുന്നത് ഗോഡ് ഈസ് ഹോളി 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 എന്നാണ്. നമ്മുടെ സ്നേഹം എന്ന് പറയുമ്പോഴും അത് പരിശുദ്ധമാണ്. ദൈവത്തിൻ്റെ ക്രോധം എന്ന് പറയുമ്പോഴും അതും പരിശുദ്ധമാണ്. നമ്മൾ വിചാരിക്കും ദൈവം ഇത്ര സ്നേഹമാണ്, എന്തിനാ കുറേ ആൾക്കാരെ നരകത്തോട് വിടുന്നത്? അങ്ങനെയാണ് ദൈവം. ദൈവത്തിൻ്റെ ഏറ്റവും സ്ഥായിയായ സ്വഭാവം എന്ന് പറയുന്നത് സ്നേഹമല്ല, പരിശുദ്ധിയാണ്. കാരണം ആ പരിശുദ്ധിയിൽ നിന്നാണ് അവൻ്റെ സ്നേഹം ഉണ്ടാകുന്നത്, പരിശുദ്ധിയിൽ നിന്നാണ് അവൻ്റെ ഓരോ ആട്രിബ്യൂട്ട്സ് ഉണ്ടാകുന്നത്. അവൻ്റെ ക്രോധവും പരിശുദ്ധമാണ്. നമ്മളെല്ലാവരെയും കൂടെ പിടിച്ച് നരകത്തിലിട്ട് കർത്താവ് പറയാമെന്ന് വിചാരിച്ചോ, ഇവന്മാരെല്ലാം അനുസരണം ഇല്ലാത്തവരായി പോയി, കണ്ടില്ലേ, എല്ലാത്തിനെയും നശിപ്പിച്ചേക്കാം, കളഞ്ഞേക്കാം എന്ന് പറഞ്ഞ് നരകത്തിലോട്ട് ഇട്ടിട്ട് പുതിയ കുറേ എണ്ണത്തിനെ സൃഷ്ടിച്ചായിരുന്നെങ്കിലും ഈ ദൂതന്മാർ പറഞ്ഞേനെ, നമ്മുടെ ദൈവം എത്ര വലിയവനായ ദൈവം, ആ ഗുണമില്ലാത്ത ഒരുത്തനെ സ്വർഗത്തിൽ അവൻ കയറ്റിയില്ല, അവൻ നീതിമാനും പരിശുദ്ധനുമായ ദൈവം എന്ന് പറഞ്ഞ് സ്തുതിച്ചേനെ അല്ലേ. പക്ഷേ ഈ ദരിദ്രവാസികളായ ഒന്നുമില്ലാത്ത, അകത്തൊരു നീതിയും ക്ലെയിം ചെയ്യാനില്ലാത്ത എന്നെ രക്ഷിക്കാൻ വേണ്ടി കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരേണ്ട ഒരു കാര്യമില്ലായിരുന്നു. പക്ഷെ അവൻ നമ്മളെ അന്വേഷിച്ച് ഇറങ്ങി വന്നപ്പോൾ അവൻ്റെ ബലഹീനത വെളിപ്പെടുത്തി. ബലം മാത്രം ആദമിന് അറിയാമായിരുന്നുള്ളൂ, പക്ഷേ എന്നെപ്പോലൊരു പാപിയെ സ്നേഹിക്കുന്ന അവൻ്റെ ബലഹീനത അവൻ വെളിപ്പെടുത്തിയപ്പോൾ ഇപ്പോൾ ദൂതന്മാർ കാണുന്നത് എന്നെ വിശുദ്ധീകരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. ആ ശക്തിയാണ് അവനെ സ്തുതിക്ക് യോഗ്യൻ ആക്കി മാറ്റുന്നത്. അപ്പോൾ അവൻ്റെ സ്വസ്ഥത നമ്മൾ ഇന്ന് അതാ കണ്ടത്. ഹൗ ടു എൻ്റർ ഇൻ ടു ദ റെസ്റ്റ് ഓഫ് ഗോഡ്. നമുക്ക് അവിടം വരെ എത്താൻ പറ്റിയിട്ടില്ല. നമുക്ക് ലൈഫ് ലോങ് നമ്മുടെ സ്ട്രഗിളാണ്. കർത്താവെ, ഏത് കൊടുങ്കാറ്റിൻ്റെ നടുവിലും റെസ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി എനിക്ക് തരണം. ഒരു ചെറിയ ഇല്ലസ്ട്രേഷൻ ഞാൻ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾ ചെറുപ്പത്തിലെ ഈ കോളേജിൽ പഠിക്കുന്ന കാലത്ത്, ഞാൻ രക്ഷിക്കപ്പെടുന്ന സമയത്ത് ഞങ്ങൾ രക്ഷയിലോട്ട് കൊണ്ടുവന്ന ആൾക്കാർ പറയുമായിരുന്നു, രാവിലെ എഴുന്നേറ്റ് 5-5:30 മണിയാകുമ്പോൾ ഒരു ക്വയറ്റ് ടൈം എടുക്കണം. നിങ്ങൾ എത്ര പേർക്ക് ആ പ്രാക്ടീസ് ഉണ്ടെന്ന് എനിക്കറിയില്ല, കേട്ടിട്ടുണ്ടാവുമല്ലോ ക്വയറ്റ് ടൈം. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കും, എന്തിനാ ഈ രാവിലെ 5:30? ഇപ്പോൾ അവർ പറയും, നേരം വെളുത്ത് പല എൻഗേജ്മെൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു ക്വയറ്റ് ടൈം കിട്ടത്തില്ല, അതുകൊണ്ട് രാവിലെ സ്വസ്ഥമായി. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ക്വയറ്റ് ടൈം എല്ലാവരും മിണ്ടാതിരിക്കുമ്പോൾ ഞാനും മിണ്ടാതിരിക്കുന്നതിനുള്ള കാര്യമുണ്ടോ? ഞാനിങ്ങനെ ആലോചിച്ചു, എല്ലായിടത്തും ബഹളം അടി നടക്കുമ്പോൾ ഒന്ന് മിണ്ടാതിരിക്കാൻ പറ്റുമോ? ആൾക്കാർ അവിടെ അലറി വിളിക്കുക, ഞാൻ നിശബ്ദനാണ്. എന്നോട് ആൾക്കാർ തർക്കിക്കുക,
അവൻ പറയുന്ന പൊട്ടത്തരവാ, ഞാൻ പറയുന്ന സത്യം പറയാൻ ഇങ്ങനെ തിടുക്കം വരുവാ. കർത്താവ് പറയും മിണ്ടാതിരുന്നു, റെസ്റ്റ്, സ്വസ്ഥമായിരിക്കെ. ആ സ്വസ്ഥത മഹാബഹളത്തിൻ്റെ നടുവിലാണ് കർത്താവ് അനുഭവിക്കുന്നത് അല്ലേ. കർത്താവ് കാൽവരി ക്രൂശിലേക്ക് നടക്കുമ്പം അവനെ ക്രൂശിക്കുക അവൻ സഹായിച്ചവരെല്ലാം അലറി വിളിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് ഭയങ്കരമായൊരു സ്വസ്ഥതയിലായിരുന്നു. ആ സ്വസ്ഥതയിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുന്നത്. ബി വിത്ത് മീ ഓൺ ദ ക്രോസ്. നിൻ്റെ പഴയ മനുഷ്യൻ പോട്ടെ, ഞാൻ പിതാവിൻ്റെ അടുത്ത് അനുഭവിച്ച അതേ സ്വസ്ഥത ഞാൻ നിനക്ക് വാഗ്ദത്തം ചെയ്യുന്നു. ആ വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ അനുസരണക്കേടിൻ്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ ഉത്സാഹിക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന്, കർത്താവെ യേശു ഞങ്ങളിൽ വസിക്കേണ്ടതിന്, ഞങ്ങളുടെ പഴയ മനുഷ്യൻ തകർന്ന് ആ വിത്ത് വെളിയിൽ വരേണ്ടതിന്, കർത്താവെ അവിടുത്തെ ആത്മാവ് ഞങ്ങളെ നയിക്കണമേ, തകർക്കണമേ. കർത്താവ് യേശുവിൽ ഞങ്ങളെ പണിയണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രവൃത്തികളിലേക്ക്, വിശുദ്ധീകരണത്തിലേക്ക്, ആ വിളിയിലേക്ക് ദൈവമേ ഞങ്ങളെ അവിടെ നടത്തണമേ. ഞങ്ങളാലല്ല കർത്താവെ, അങ്ങയുടെ ആത്മാവ് ഞങ്ങളിൽ ഉള്ളതിനാൽ ഞങ്ങൾ പ്രത്യാശിക്കുന്നു. ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഒരു നാളും ഭംഗം വരികയില്ല. ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന ഓരോ നിമിഷവും ഞങ്ങളെ നടത്തുന്ന കർത്താവെ, അങ്ങയുടെ കൃപയ്ക്കായി ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.